ഞാനൊരു ട്രാവലർ ഡ്രൈവർ ആയിരുന്നു. ഗൾഫിൽ നിന്നും ജോലി നിർത്തി വന്ന ശേഷം ഞാൻ സ്വന്തമായി വാങ്ങിയതായിരുന്നു ട്രാവലർ. ആദ്യ സമയങ്ങളിൽ ഓട്ടം കിട്ടാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ പതിയെ പതിയെ പരിചയക്കാർ വഴി ചെറിയ കല്യാണ ഓട്ടങ്ങൾ കിട്ടിത്തുടങ്ങി. ഗൾഫിലെ ജോലി നിർത്തിയതിൻ്റെയും വണ്ടിയെടുത്തതിൻ്റെയും ക്ഷീണം മാറാൻ അതൊരു സഹായമായിരുന്നു. പക്ഷെ കല്യാണ സീസൺ അല്ലാത്ത സമയത്ത് എൻ്റെ അവസ്ഥ അല്പം പരുങ്ങലിലായിരുന്നു. ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടാവണമെങ്കിൽ ഈ ചെറിയ ഓട്ടങ്ങൾ കൊണ്ട് മാത്രം പറ്റില്ല എന്ന് എനിക്ക് തോന്നി. കുറേ നാൾ ആ സ്ഥിതി തുടർന്നു. അങ്ങനെയിരിക്കെയാണ് ഒരു ദിവസം ഒരു വൺ ഡേ ടൂറിൻ്റെ ഓട്ടം എനിക്ക് കിട്ടുന്നത്. അത്യാവശ്യം നല്ല ലാഭം കിട്ടിയ ഒരു ഓട്ടമായിരുന്നു അത്. അതോടെ ഞാൻ കുറച്ച് വിസിറ്റിംഗ് കാർഡ് അടിച്ച് നാട്ടിലെ എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും റെസിഡന്റ് അസോസിയേഷനുകളിലും കൊണ്ടുകൊടുത്തു. അതോടെ എനിക്ക് ടൂർ പ്രോഗ്രാമുകളുടെ ഓട്ടവും കിട്ടിത്തുടങ്ങി. തുടക്കത്തിൽ ഒരു ദിവസത്തെ ഓട്ടം മാത്രമായിരുന്നെങ്കിൽ പതിയെ പതിയെ 2-3 ദിവസങ്ങൾ വരുന്ന ഓട്ടവും കിട്ടാൻ തുടങ്ങി. എൻ്റെ അച്ഛൻ നേരത്തെ മരണപ്പെട്ടിരുന്നു. അതുകൊണ്ട് ഒന്നിൽ കൂടുതൽ ദിവസങ്ങൾ ഉള്ള ഓട്ടം പോകാൻ എനിക്ക് ചെറിയ മടിയുണ്ടായിരുന്നു. മറ്റോട്ടങ്ങളെ അപേക്ഷിച്ച് പൈസ കൂടുതൽ കിട്ടുമായിരുന്നെങ്കിലും വീട്ടിൽ അമ്മയെയും ഭാര്യയെയും മക്കളെയും തനിച്ചാക്കി പോകേണ്ടി വരുന്നത് എനിക്കല്പം മനോവിഷമം ഉണ്ടാക്കിയിരുന്നു. അധികം ബന്ധുക്കാരൊന്നുമില്ലാത്ത ഒരു ചെറിയ കുടുംബമായിരുന്നു എൻ്റേത്. പ്രണയവിവാഹമായിരുന്നതുകൊണ്ട് ഭാര്യ വീട്ടുകാർ കുറേ നാൾ ഞങ്ങളോട് അകൽച്ചയിലായിരുന്നു. കുറച്ചു വർഷങ്ങൾക്ക് ശേഷമാണ് അത് മാറിയത്. ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ എല്ലാം നല്ല രീതിയിൽ പോകുന്നു. ഞാൻ ഓരോ ട്രിപ്പും കഴിഞ്ഞ് വീട്ടിൽ വന്ന ശേഷം എവിടെയെല്ലാം പോയി, എന്തെല്ലാം കാഴ്ചകൾ കണ്ടു എന്നെല്ലാം വീട്ടുകാരോട് പറയുമായിരുന്നു. എൻ്റെ കഥകൾ കേൾക്കാൻ അമ്മയും ഭാര്യ അനുവും ഞങ്ങളുടെ കുട്ടികളായ അപ്പുവും മിന്നുവും വീട്ടിലെ ഹാളിലുണ്ടാവും. എന്നാ അച്ഛാ ഞങ്ങളെയും ഒരു ടൂർ കൊണ്ടുപോകുന്നേ? ഒരു ദിവസം എൻ്റെ മൂത്ത മകൻ അപ്പു ചോദിച്ചു. അവനിപ്പോൾ 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഒരു ദിവസം എല്ലാവരെയും കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഞാൻ അവനെ സമാധാനിപ്പിച്ചു. സത്യത്തിൽ ഞാൻ കുറേ നാളായി ഒരു ഫാമിലി ട്രിപ്പ് പോയാലോ എന്ന് ആലോചിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷേ കുറച്ച് സാമ്പത്തിക പ്രശ്നമുള്ളതുകൊണ്ട് അതങ്ങനെ നീണ്ടുപോവുകയായിരുന്നു. ഭാര്യയ്ക്കും ഒരു യാത്ര പോകാൻ ആഗ്രഹമുണ്ടെങ്കിലും എൻ്റെ അവസ്ഥ അറിയാവുന്നതുകൊണ്ട് അവൾ തുറന്നു പറയാത്തതാണെന്ന് എനിക്കറിയാമായിരുന്നു. അങ്ങനെയിരിക്കെയാണ് ഒരു ദിവസം അടുത്തുള്ള റെസിഡന്റ് അസോസിയേഷൻകാരുടെ 2 ദിവസത്തെ ഓട്ടം എനിക്ക് കിട്ടുന്നത്. മസനഗുഡി വഴി ഊട്ടിയിലേക്കൊരു യാത്ര. അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു. എന്തായാലും കുടുംബവുമായി ഇവിടെ വരണം. ആ യാത്രയിൽ തന്നെ ഞാൻ തീരുമാനിച്ചു. ഞാൻ ഏറ്റവും അധികം ആസ്വദിച്ച് ഡ്രൈവ് ചെയ്ത യാത്രകളിലൊന്നായിരുന്നു അത്. സാധാരണ യാത്രകളിൽ കുറേ നേരം ഒരേ ഇരിപ്പിരുന്ന് കഴിയുമ്പോൾ സീറ്റിൽ നിന്നും ചാടിയിറങ്ങി ഓടാൻ തോന്നാറാണ് പതിവ്. അന്ന് യാത്ര കഴിഞ്ഞ് തിരികെ വരും വഴി അവർ ആവശ്യപ്പെട്ടത് പ്രകാരം വൈകുന്നേരം ഭക്ഷണം കഴിക്കാനായി പറ്റിയ ഒരു സ്ഥലം കണ്ടെത്തി ഞാൻ വണ്ടി ഒതുക്കി നിർത്തി. സാധാരണ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിക്കുകയായിരുന്നു ചെയ്യാറ്. പക്ഷേ കഴിഞ്ഞ തവണ അവരോടൊപ്പം വന്ന സമയത്ത് ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച് കുറച്ചു പേർക്ക് ഫുഡ് പോയ്സൺ അടിച്ചിരുന്നു. അതുകൊണ്ട് ഇത്തവണ പാചകത്തിനു വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങി വരികയാണ് ചെയ്തത്. എനിക്ക് ആ സ്ഥലവും പരിസരവും തീരെ വന്നു പരിചയമില്ലാത്ത ഒരിടമായിരുന്നു. അതുകൊണ്ട് ഞാനും അസോസിയേഷൻ പ്രസിഡന്റും വണ്ടിയിൽ നിന്നും ഇറങ്ങി അവിടെ ഒന്ന് ചുറ്റി നടന്നു നോക്കി. നല്ലൊരു സ്ഥലം. അവിടെ വെച്ച് തന്നെ ഭക്ഷണം പാചകം ചെയ്യാമെന്ന് തീരുമാനിച്ച് നിൽക്കുമ്പോഴായിരുന്നു ആ പറമ്പിന്റെ ഉടമ ഞങ്ങളുടെ അടുത്തേക്ക് വന്നത്. ഞങ്ങൾ അയാളോട് കാര്യം പറഞ്ഞു. അവിടെ വെച്ച് പാചകം ചെയ്യുന്നതിൽ അയാൾക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷെ പറ്റിയ ഒരു സ്ഥലം കുറച്ചുകൂടി അപ്പുറത്തേക്ക് പോയാലുണ്ടെന്ന് അയാൾ പറഞ്ഞു. എന്നാൽ പിന്നെ അവിടേക്ക് പോകാമെന്ന് പ്രസിഡന്റ് പറഞ്ഞു. സ്ഥലമുടമയോട് വഴി ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം ഞാൻ അയാൾ പറഞ്ഞ വഴിയെ വണ്ടിയെടുത്തു. മെയിൻ റോഡിൽ നിന്നും ഒരു ഡൈവേർഷൻ എടുത്ത് വേണമായിരുന്നു അവിടേക്ക് പോകാൻ. അല്പം പൊട്ടിപ്പൊളിഞ്ഞ ഒരു ടാർ റോഡ്. ഇരുവശങ്ങളിലും മരങ്ങൾ ഇടതൂർന്നു വളർന്നു നിൽക്കുന്നു. കാട് എന്ന് പറയാൻ പറ്റില്ല. തീരെ ആൾതാമസമില്ലാത്ത ഒറ്റപ്പെട്ട ഒരു സ്ഥലം. ആ വഴിയിലൂടെ 1.5 കിലോമീറ്റർ പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അയാൾ പറഞ്ഞ സ്ഥലത്തെത്തി. അല്പം ചെരിവുള്ള വിശാലമായ പുൽമേട്. അതിനപ്പുറം വലിയ പുല്ലുകൾ വളർന്ന് കാട് പിടിച്ച് കിടക്കുന്നു. അതിനുമപ്പുറം വിശാലമായ മലനിരകൾ. പിന്നെയുള്ള 3 ചുറ്റിലും കാട് പോലെ തോന്നിക്കുന്ന പ്രദേശം. അതിമനോഹരമായൊരു സ്ഥലം. മെയിൻ റോഡിൽ നിന്നും ഉള്ളിലേക്ക് മാറിയുള്ള സ്ഥലമായിരുന്നതുകൊണ്ട് അധികം ആർക്കും ഈ സ്ഥലത്തെക്കുറിച്ച് അറിവില്ലായിരുന്നു. ഇത്ര മനോഹരമായ ഒരു സ്ഥലം കാണിച്ചു തന്നതിന് ഞാൻ നേരത്തെ കണ്ട സ്ഥലമുടമയോട് മനസ്സാ നന്ദി പറഞ്ഞു. ഞാൻ വണ്ടി പുൽമേടിന്റെ ഒരു വശത്ത് ഒതുക്കി നിർത്തി. എല്ലാവരും വണ്ടിയിൽ നിന്നും ഇറങ്ങി ഭക്ഷണം പാചകം ചെയ്യാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. ഞാൻ സീറ്റിൽ കുറച്ചു നേരം ചാരിക്കിടന്നു. അധിക സമയം ആവുന്നതിനു മുന്നേ അവരിൽ കുറച്ചു പേർ വന്ന് എന്നെയും വിളിച്ച് അവരോടൊപ്പം കൂട്ടി. പുൽമേടിന്റെ ഒരു മൂലയിൽ ഷവൽ കൊണ്ട് ചെറിയ കുഴിയുണ്ടാക്കിയ ശേഷം ഇരുമ്പ് കൊണ്ടുള്ള ഗ്യാസ് അടുപ്പ് അതിനു മുകളിൽ എടുത്തുവെച്ചു. പിന്നെ എല്ലാവരും ചേർന്ന് ഒന്നിച്ചായിരുന്നു പാചകം. പണ്ടുകാലത്ത് കാറ്ററിംഗ് സർവീസൊക്കെ വരുന്നതിനു മുമ്പ് ഈ കല്യാണ വീടുകളിലൊക്കെ തലേ ദിവസം അയൽക്കാർ എല്ലാവരും ചേർന്ന് ഒരു പാചകമുണ്ട്. ഓരോ വീടുകളിൽ നിന്നും ചിരവയും പാത്രങ്ങളുമൊക്കെ കൊണ്ടുവന്ന് ഒന്നിച്ചിരുന്ന് തേങ്ങാ ചിരകലും പച്ചക്കറികൾ അരിയലുമെല്ലാമായി ആഘോഷം പോലെയുള്ള നിമിഷങ്ങൾ. അവരോടൊപ്പം നിൽക്കുമ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വന്നത്.
ഞാനും അവരിൽ ഒരാളായി മാറി പാചകത്തിൽ പങ്കുചേർന്നു. സാധാരണ ഓട്ടം വരുന്ന സമയങ്ങളിൽ പലരും അവരുടെ ആഘോഷങ്ങളിൽ നിന്നും മാറ്റി നിർത്താറാണ് പതിവ്. അതുകൊണ്ട് തന്നെ അവരോടൊപ്പമുള്ള നിമിഷങ്ങൾ ഞാൻ ശരിക്കും ആസ്വദിച്ചു. 2 ദിവസത്തെ ട്രിപ്പിന് വരുമ്പോൾ ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കാനുള്ള പദ്ധതി പ്രായോഗികമാണോ എന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു. പക്ഷേ ഈ യാത്രയിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ അതായിരുന്നു. ഏതാണ്ട് 2 മണിക്കൂർ നേരം കൊണ്ട് ഞങ്ങളെല്ലാവരും ചേർന്ന് ഭക്ഷണം തയ്യാറാക്കിയ ശേഷം പച്ചപ്പുൽമേട്ടിൽ വട്ടം കൂടി ഒന്നിച്ചിരുന്ന് കഴിച്ചു. എല്ലാം കഴിഞ്ഞ് കുറച്ചുനേരം അവിടെ വിശ്രമിച്ച ശേഷം ഞങ്ങൾ മടക്കയാത്ര ആരംഭിച്ചു. ഏതാണ്ട് 10 മണിക്കൂർ നേരത്തെ യാത്ര കൊണ്ട് ഞങ്ങൾ തിരികെ നാട്ടിലെത്തി. ആ യാത്രയോടെ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. എൻ്റെ കുടുംബത്തോടൊപ്പമുള്ള യാത്രയിലും ഇതുപോലെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കണം. അന്ന് തന്നെ അതിനുവേണ്ട എല്ലാ പദ്ധതികളും ഇട്ടു. അധികം ആളുകളൊന്നും വേണ്ട, എൻ്റെയും ഭാര്യയുടെയും കുടുംബത്തിലെ അടുത്ത ബന്ധുക്കൾ മാത്രം മതിയെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. എല്ലാവരെയും ഒന്നിച്ച് കിട്ടുകയും വേണം, സീസൺ സമയം ആയിരിക്കുകയും വേണം. അങ്ങനെ എല്ലാവരോടും ചോദിച്ച് ഡിസംബർ മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച ഞങ്ങൾ ടൂർ ഫിക്സ് ചെയ്തു. പക്ഷെ പറഞ്ഞ തീയതി അടുത്തപ്പോൾ പലരും പല കാരണങ്ങൾ പറഞ്ഞ് യാത്രയിൽ നിന്നും ഒഴിഞ്ഞു. ഏറ്റവും ഒടുവിൽ അമ്മയും ഞാനും ഭാര്യയും മക്കളും പിന്നെ അവളുടെ അച്ഛനും അമ്മയും ആങ്ങളെയും മാത്രമായി. എന്തായാലും വേണ്ടില്ല, യാത്ര പോകാമെന്ന് തന്നെ ഞങ്ങൾ തീരുമാനിച്ചു. കുട്ടികൾ അത് വല്ലാതെ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ തീരുമാനിച്ച ദിവസം വൈകുന്നേരം ഞങ്ങൾ യാത്ര ആരംഭിച്ചു. വളരെ കുറച്ചു പേരെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും എല്ലാവരും നല്ല ആഘോഷത്തിലായിരുന്നു. വണ്ടി ഓടിക്കുകയായിരുന്നെങ്കിലും ഞാനും അവരുടെ ആഘോഷത്തിൽ പങ്കാളിയായിരുന്നു. അങ്ങനെ ആട്ടവും പാട്ടുമായി ഞങ്ങൾ മസനഗുഡി പിന്നിട്ട് ഊട്ടിയിലെത്തി. ഡിസംബർ മാസമായിരുന്നതുകൊണ്ട് തന്നെ അവിടെ പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ നല്ല തണുപ്പുണ്ടായിരുന്നു. അവിടെയുള്ള ഓരോ സ്ഥലങ്ങളും നടന്നു കണ്ടും കുതിരസവാരി ചെയ്തും പകൽ സമയം ചെലവഴിച്ചു. കുട്ടികൾ ഉൾപ്പെടെ എല്ലാവർക്കും ആ സ്ഥലം നല്ലപോലെ ഇഷ്ടപ്പെടുകയും ചെയ്തു. രാത്രി താമസിക്കാനായി ഞാൻ അവിടെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ മുറി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വൈകുന്നേരമായപ്പോൾ തണുപ്പ് വല്ലാതെ കൂടി. അതോടെ അമ്മയ്ക്ക് വല്ലാത്ത ചുമയും ബുദ്ധിമുട്ടുകളും വരാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ അനുവിൻ്റെ അമ്മയ്ക്കും അതേ ബുദ്ധിമുട്ടുകൾ വന്നു തുടങ്ങി. 2 പേർക്കും കലശലായ ചുമ, ഒപ്പം കഫക്കെട്ടും. ഞങ്ങൾ ആകെ ആശങ്കയിലായി. യാത്ര അവസാനിപ്പിച്ച് തിരിച്ചു പോയാലോ എന്ന് ഞാൻ എല്ലാവരോടും ചോദിച്ചു. അത് വേണ്ട, കുറെ ആഗ്രഹിച്ചു വന്നതല്ലേ, ഇത് കുറച്ചു കഴിയുമ്പോൾ മാറിക്കോളുമെന്ന് അവളുടെ അമ്മ പറഞ്ഞു. പക്ഷേ എനിക്കെന്തോ അതിന് സാധ്യതയില്ല എന്ന് തോന്നി. കാരണം ഇപ്പോൾ വൈകുന്നേരമായിട്ടേ ഉള്ളൂ. രാത്രിയാകുമ്പോൾ തണുപ്പ് ഇതിലും കൂടും. ഞാൻ പ്രതീക്ഷിച്ച പോലെ രാത്രിയോടടുത്തപ്പോൾ തണുപ്പ് കുറച്ചുകൂടി വർദ്ധിച്ചു, ഒപ്പം അവരുടെ ബുദ്ധിമുട്ടുകളും. അതോടെ യാത്ര അവസാനിപ്പിച്ച് തിരിച്ചു പോകാമെന്ന് ഞാൻ പറഞ്ഞു. അത് വേണ്ടെന്നും താൻ 2 പേരെയും ഒരു ടാക്സി വിളിച്ച് കൊണ്ടുപോയിക്കൊള്ളാമെന്നും അനുവിൻ്റെ അച്ഛൻ പറഞ്ഞു. അളിയനും അതാണ് നല്ലത് എന്ന് പറഞ്ഞു. അങ്ങനെ ഹോട്ടൽ റിസപ്ഷനിൽ പറഞ്ഞ് ഒരു ടാക്സി വരുത്തിച്ചു. അധികം വൈകാതെ ടാക്സി വന്നു. അവർ 3 പേരും അതിൽ നാട്ടിലേക്ക് തിരിച്ചു. അങ്ങനെ ആ യാത്രയിൽ ഞാനും ഭാര്യയും ഞങ്ങളുടെ 2 മക്കളും അളിയനും മാത്രമായി. അടുത്ത ദിവസം പകൽ ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്ന ബാക്കി സ്ഥലങ്ങൾ കൂടി സന്ദർശിച്ചു. അതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം തിരിച്ചു പോകും വഴി മുന്നേ തീരുമാനിച്ചിരുന്നത് പ്രകാരം ഞാൻ വണ്ടി കഴിഞ്ഞ തവണ റെസിഡന്റ് അസോസിയേഷൻകാരുടെ ഒപ്പം വന്നപ്പോൾ ഭക്ഷണം തയ്യാറാക്കി കഴിച്ച സ്ഥലത്തേക്ക് തിരിച്ചു. പ്രധാന റോഡിൽ നിന്നും ഉള്ളിലേക്ക് യാത്ര ചെയ്ത് ഞങ്ങൾ അവിടെ എത്തി. മുമ്പ് വന്നതിൽ നിന്നും അല്പം മാറ്റം ആ സ്ഥലത്തിനുണ്ടായിരുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അതിലൊന്ന് പുൽമേടിനറ്റത്തുള്ള വളർന്ന് കാട് പിടിച്ചു കിടന്നിരുന്ന വലിയ പുല്ലുകൾ വെട്ടിമാറ്റിയിരുന്നു എന്നതായിരുന്നു. അവ വെട്ടിമാറ്റിയിരുന്നതുകൊണ്ട് മലനിരകൾക്കും പുൽമേടിനുമിടയിലുള്ള തടാകം പോലെയുള്ള ഭാഗം ദൃശ്യമായിരുന്നു. ഇരുട്ടു വീണ് തുടങ്ങുന്നതിനു മുന്നേ അവിടെ എത്താൻ കഴിഞ്ഞതുകൊണ്ട് ഞങ്ങൾ വേഗം വണ്ടിയിൽ നിന്നും ഇറങ്ങി പാചകത്തിനു വേണ്ട തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു. ഷവൽ കൊണ്ട് ചെറിയ കുഴിയെടുത്ത് അതിന്റെ വശങ്ങളിൽ 3 വലിയ കല്ലുകൾ എടുത്തു വെച്ചു. പിന്നെ എല്ലാവരും കൂടി ഒന്നിച്ച് പച്ചക്കറികൾ അരിയാനും അടുപ്പിൽ തീ കൂട്ടാനും തുടങ്ങി. അധികം ആളുകളൊന്നുമില്ലായിരുന്നെങ്കിലും ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങളായിരുന്നു അത്. കുട്ടികളും അത് നല്ലപോലെ ആസ്വദിച്ചു. അമ്മയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് ഞാൻ ഓർത്തു. ഇനിയൊരിക്കൽ അമ്മയെയും കൂട്ടി ഇവിടെ വരണം, ഞാൻ ചിന്തിച്ചു. ഏതാണ്ട് 1.5 മണിക്കൂർ നേരം കൊണ്ട് ഞങ്ങൾ ഭക്ഷണം പാചകം ചെയ്തു കഴിഞ്ഞു. അപ്പോഴേക്കും ഇരുട്ട് വീണ് തുടങ്ങിയിരുന്നു. ഞാൻ ഗൾഫിൽ നിന്നും കൊണ്ടുവന്ന ഫ്ലഡ് ലൈറ്റ് എടുത്ത് ഓൺ ചെയ്ത് ട്രാവലറിന്റെ മുകളിലായി ഘടിപ്പിച്ചു. ലൈറ്റിന്റെ പുറകുവശത്തുള്ള കാന്തം നല്ല ബലത്തിൽ വണ്ടിയിൽ ഒട്ടിപ്പിടിച്ചിരുന്നു. ആരെങ്കിലും ശക്തിയായി വലിച്ചാലല്ലാതെ അത് ഇളകിപ്പോവില്ല. സൂര്യൻ മലനിരകൾക്കപ്പുറത്തേക്ക് മറഞ്ഞു. അതോടെ ഫ്ലഡ് ലൈറ്റിൽ നിന്നുമുള്ള വെളിച്ചം മാത്രമായി. അതാണെങ്കിൽ അത്യാവശ്യം നല്ല ദൂരത്തിൽ എത്തുന്നുമുണ്ടായിരുന്നു. ആ വെളിച്ചത്തിൽ ഞങ്ങൾ എല്ലാവരും പുൽമേട്ടിൽ വട്ടം കൂടിയിരുന്ന് ഭക്ഷണം കഴിച്ചു. അതിനുശേഷം കുറച്ചു സമയം കൂടി അവിടെ ചെലവഴിച്ചു. ഞാനും ഭാര്യയും പാത്രങ്ങൾ കഴുകുന്ന സമയത്ത് അളിയൻ കുട്ടികളോടൊത്ത് ഓരോരോ കളികളിൽ ഏർപ്പെട്ടു. അവരുടെ കളിചിരികളുടെ ശബ്ദമായിരുന്നു അവിടമാകെ. കുറച്ചു കഴിഞ്ഞ് ക്ഷീണിച്ചപ്പോൾ അളിയൻ ആ പച്ചപ്പുൽമേട്ടിൽ ഒരിടത്ത് പോയി മുകളിലേക്കും നോക്കി കിടന്നു. പാത്രങ്ങളെല്ലാം കഴുകി കഴിഞ്ഞ ശേഷം ഞാനും കുറച്ചപ്പുറത്തേക്ക് മാറി അല്പം ഉയരമുള്ള ഭാഗത്ത് ചെന്ന് കിടന്നു.
അവിടെ കിടന്നാൽ ആ പ്രദേശത്തിന്റെ മൊത്തത്തിലുള്ള ഒരു കാഴ്ച ലഭിക്കുമായിരുന്നു. ചെരിവുള്ള പുൽമേട് മുമ്പ് പുല്ലുകൾ വളർന്നു നിന്നിരുന്ന ഭാഗത്ത് അവസാനിക്കുന്നു. അതിനപ്പുറം തടാകം, അതിന്റെ അപ്പുറത്തു നിന്നും മലനിരകൾ ആരംഭിക്കുന്നു. ബാക്കി 3 ചുറ്റിലും കാടുപോലെ തോന്നിക്കുന്ന വലിയ മരങ്ങൾ വളർന്നു നിൽക്കുന്നു. താഴെ ഒരു വശത്ത് അളിയൻ കിടക്കുന്നു. മറ്റൊരു വശത്ത് കുട്ടികൾ 2 പേരും നിലത്തിരുന്ന് എന്തോ കളികളിൽ ഏർപ്പെട്ടിരിക്കുന്നു. അനു എന്റെ അടുത്തേക്ക് വന്ന ശേഷം ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് മുന്നോട്ട് നടന്നു. അവൾ എവിടേക്കാണ് പോകുന്നതെന്ന് നോക്കി ഞാൻ അവിടെ കിടന്നു. താഴെ തടാകക്കരയിലേക്കായിരുന്നു അവൾ നടന്നുകൊണ്ടിരുന്നത്. ഫ്ലഡ് ലൈറ്റിന്റെ വെളിച്ചം ചെറിയ രീതിയിൽ അവിടം വരെ എത്തുന്നുണ്ടായിരുന്നു. തടാകക്കരയിലെത്തി അവൾ ഒന്ന് നിന്നു. ഇവളെന്താ ഇങ്ങനെ നിൽക്കുന്നതെന്നോർത്ത് ഞാൻ തല അല്പം ഉയർത്തി നോക്കി. ഉടനെ അവൾ തടാകത്തിലെ വെള്ളത്തിൽ കൈയും മുഖവും കഴുകാൻ തുടങ്ങി. ഞാൻ വീണ്ടും തല താഴ്ത്തി അവിടെ കിടന്നു. എങ്കിലും എനിക്ക് അവളെ കാണാമായിരുന്നു. ആ സമയം അന്തരീക്ഷത്തിൽ എന്തോ ഒരു മാറ്റം സംഭവിച്ച പോലെ എനിക്ക് തോന്നി. കൈയും മുഖവും കഴുകിക്കഴിഞ്ഞ ശേഷം അവൾ നിവർന്നു നിന്ന് തിരിഞ്ഞു നടന്നു. അവളുടെ നടത്തത്തിന് എന്തോ പ്രത്യേകതയുണ്ടായിരുന്നു. കൈകൾ രണ്ടും അല്പം പോലും ആട്ടാതെ പരമായി മുഷ്ടികൾ ചുരുട്ടിപ്പിടിച്ചായിരുന്നു അവൾ നടന്നുകൊണ്ടിരുന്നത്. ഇവളെന്താ ഇങ്ങനെ നടക്കുന്നത്? എനിക്കത് കണ്ട് കൗതുകം തോന്നി. എനിക്ക് നേരെ നടന്നു വന്നുകൊണ്ടിരുന്ന അവൾ പെട്ടെന്ന് വലത്തോട്ട് തിരിഞ്ഞ് മുന്നോട്ട് നടക്കാൻ തുടങ്ങി. ഇവളെവിടേക്ക് പോവുകയാണ്? ഞാൻ വീണ്ടും തലയുയർത്തി നോക്കി. അവൾക്ക് അല്പം മുന്നിലായി ഞങ്ങൾ നേരത്തെ അടുപ്പ് കൂട്ടിയ ഭാഗത്ത് ഷവൽ കിടക്കുന്നുണ്ടായിരുന്നു. ഓ, ഞാനതെടുക്കാൻ മറന്നു. അവളത് കണ്ടത് നന്നായി. ഇല്ലെങ്കിൽ പുതിയത് വാങ്ങേണ്ടി വന്നേനെ, ഞാൻ ചിന്തിച്ചു. അടുപ്പ് കൂട്ടിയ ഭാഗത്തെത്തി ഷവൽ കയ്യിലെടുത്ത ശേഷം അവൾ തിരിഞ്ഞു നടന്നു. അവൾ അതെടുത്തു വയ്ക്കാൻ വണ്ടിയുടെ അടുത്തേക്ക് വരുമെന്നാണ് ഞാൻ കരുതിയതെങ്കിലും അവൾ നേരെ മുന്നിലേക്കാണ് നടന്നുകൊണ്ടിരുന്നത്. അവിടെ കുറച്ചു മുന്നിലായി അവളുടെ ആങ്ങള കണ്ണടച്ച് കിടക്കുന്നുണ്ടായിരുന്നു. അവൾ ആങ്ങളയുടെ അടുത്തെത്തി വീണ്ടും ഒന്ന് നിന്നു. ആ സമയം അവളുടെ ചുണ്ടുകൾ എന്തോ മന്ത്രിക്കുന്നുണ്ടായിരുന്നു. തന്റെ അരികിൽ ആരോ നിൽക്കുന്നത് പോലെ തോന്നിയ ആലിയൻ കണ്ണു തുറന്നു നോക്കി. അടുത്ത നിമിഷം എന്നെ ഞെട്ടിച്ചുകൊണ്ട് അവൾ തന്റെ കയ്യിലിരുന്ന ഷവൽ കൊണ്ട് അളിയന്റെ കഴുത്തിൽ ആഞ്ഞുകുത്തി. അവളുടെ മുഖത്തേക്ക് രക്തം ചിതറിച്ചുകൊണ്ട് അളിയന്റെ ശരീരത്തിൽ നിന്നും തല വേർപെട്ടു. ഒന്ന് പിടഞ്ഞ ശേഷം അളിയന്റെ ശരീരം നിശ്ചലമായി. അവൾ ഒരു കൂസലുമില്ലാതെ വേർപെട്ട് കിടക്കുന്ന തല കാലുകൊണ്ട് തട്ടി. അതുരുണ്ട് താഴെ തടാകക്കരയിൽ ചെന്ന് പതിച്ചു. അത് കണ്ട് ഞാൻ തളർവാദം പിടിച്ചതുപോലെ അനങ്ങാനാവാതെ സ്തംഭിച്ചുപോയി. അവൾ പൊടുന്നനെ തിരിഞ്ഞ് കുറച്ചപ്പുറത്തായി ഇതൊന്നും അറിയാതെ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളുടെ നേരെ നടക്കാൻ തുടങ്ങി. എനിക്കൊന്നൊച്ച വയ്ക്കാൻ പോലും കഴിഞ്ഞില്ല. ഉടനെ എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ അവൾ മക്കളെയും കൂടി ഇല്ലാതാക്കും. ഞാൻ ചാടി എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും ശരീരം മരവിച്ച പോലെ ഒന്നനങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ. സാമാന്യം നല്ല വേഗത്തിലാണ് അവൾ നടക്കുന്നത്. ഇനി അധികം ദൂരമില്ല. അവൾ ഇപ്പോൾ കുട്ടികളുടെ അടുത്തെത്തും. ഒരു വിധത്തിൽ ഞാൻ നിലത്തുനിന്നും എഴുന്നേറ്റ് കുട്ടികളുടെ നേരെ ഓടി. താഴെയായിരുന്നു കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്നത് എന്നതുകൊണ്ട് എനിക്ക് നല്ല വേഗത്തിൽ തന്നെ ഓടാൻ കഴിഞ്ഞു. എങ്കിലും കാലുകൾ നിലത്തുറയ്ക്കാത്ത പോലെ നിയന്ത്രണം നഷ്ടപ്പെട്ട ഒരവസ്ഥയിലായിരുന്നു ഞാൻ. അതിവേഗത്തിൽ താഴേക്കോടിയ ഞാൻ പെട്ടെന്ന് കാൽവഴുതി മുന്നോട്ട് കമിഴ്ന്നടിച്ചു വീണു. ഞാൻ വേഗം തന്നെ വെപ്രാളത്തോടെ ചാടിപ്പിടഞ്ഞെഴുന്നേറ്റ് ഓടി കുട്ടികളുടെ അടുത്തെത്തി. ഉടനെ തന്നെ ഞാൻ നിലത്തിരുന്ന് കളിക്കുകയായിരുന്ന 2 പേരെയും ഓരോരോ കൈകളിലായി എടുത്ത് തിരിഞ്ഞ് ട്രാവലറിന് നേരെ ഓടി. കുട്ടികൾ അനുവിനെയും അളിയന്റെ ശരീരത്തെയും കാണാതിരിക്കാനായി ഞാൻ അവരോട് വണ്ടിയുടെ നേരെ നോക്കാൻ പറഞ്ഞു. അവരത് അനുസരിക്കുകയും ചെയ്തു. എന്റെ വെപ്രാളം കണ്ടിട്ട് എന്തു പറ്റിയെന്ന് അപ്പു എന്നോട് ചോദിച്ചു. ഒന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞെങ്കിലും എന്തോ കുഴപ്പമുള്ള പോലെ അവന് തോന്നി. 2 പേരെയും എടുത്ത് കയറ്റം കയറാൻ എനിക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. ഞാൻ നല്ല പോലെ കിതയ്ക്കുന്നുണ്ടായിരുന്നു. ഞാൻ തലയൊന്ന് തിരിച്ച് അല്പം പുറകിലേക്ക് നോക്കി. അനു കോപത്താൽ ചുവന്ന കണ്ണുകളുമായി ഞങ്ങളുടെ നേരെ അതിവേഗത്തിൽ നടന്നു വരികയാണ്. ഞാൻ ഓട്ടം അല്പം കൂടി വേഗത്തിലാക്കി. ഭയവും ഓട്ടവും കാരണം എൻ്റെ ഹൃദയം പടപടാമിടിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് തോന്നി. എങ്കിലും ഒരു വിധത്തിൽ ഞാൻ വണ്ടിയുടെ അടുത്തെത്തി ഡോർ തുറന്ന് കുട്ടികളെ അകത്തേക്ക് കയറ്റി. അവരോട് വേഗം ഏറ്റവും പുറകിൽ മറുവശത്തെ സീറ്റിൽ ചെന്നിരിക്കാൻ ഞാൻ പറഞ്ഞു. അവർ അവിടേക്ക് തിരിഞ്ഞതും എൻ്റെ പുറകിൽ മൂർച്ചയുള്ള എന്തോ ഒന്ന് ആഴ്ന്നിറങ്ങി. എൻ്റെ വേദന ഒരു ഞരക്കം മാത്രമായി പുറത്തേക്ക് വന്നു. ഞാൻ മെല്ലെ തിരിഞ്ഞു നോക്കി. അനു കുറച്ചകലെ നിന്നും നടന്നു വരികയാണ്. ഞാൻ വണ്ടിയിൽ കയറാൻ പോവുകയാണ് എന്ന് മനസ്സിലായപ്പോൾ കയ്യിലുണ്ടായിരുന്ന ഷവൽ എനിക്ക് നേരെ എറിയുകയായിരുന്നു അവൾ. എൻ്റെ കഴുത്തിന് താഴെയായി പുറകിൽ ആഴത്തിൽ ഒരു മുറിവുണ്ടാക്കിയ ശേഷം അത് താഴെ വീണു. എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു പിടിയും കിട്ടിയില്ല. ഒരു വശത്ത് അളിയൻ്റെ ചേതനയേറ്റ ശരീരം, മറുവശത്ത് ക്രൂരനായ കൊലയാളിയെപ്പോലെ ഞങ്ങളെ ആക്രമിക്കാൻ വരുന്ന എൻ്റെ അനു. പോലീസിനെ വിവരമറിയിക്കുകയാണോ അതോ ഇവിടെ നിന്നും ഓടിപ്പോവുകയാണോ വേണ്ടത്? അങ്ങനെ ചെയ്താൽ അനുവിൻ്റെ അവസ്ഥ എന്താകും? വീട്ടുകാരോട് ഞാനെന്തു പറയും? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ എൻ്റെ ഉള്ളിലൂടെ കടന്നുപോയി. ഞാൻ തിരിഞ്ഞ് അനുവിനെ നോക്കി. അവളുടെ നടത്തത്തിന് അസാധാരണമായ ഒരു വേഗത ഉണ്ടായിരുന്നു.
അത് മനസ്സിലാക്കിയ ഞാൻ വണ്ടിയിലേക്ക് കയറാൻ ശ്രമിച്ചു. പക്ഷേ അടുത്ത നിമിഷം അവൾ എൻ്റെ പുറകിൽ പിടുത്തമിട്ട് എന്നെ എടുത്തുയർത്തി പുറകിലേക്കിട്ടു. എന്നിട്ട് അവൾ വേഗം വണ്ടിയിലേക്ക് കയറാൻ തുടങ്ങി. കുട്ടികളാണ് അവളുടെ ലക്ഷ്യം എന്ന് തിരിച്ചറിഞ്ഞ ഞാൻ നിലത്തു നിന്നും കുതിച്ചു ചാടി അവളെ പുറകിലൂടെ പിടിച്ചു വലിച്ച് താഴേക്ക് തള്ളിയിട്ടു. പുൽത്തകിടിയിലൂടെ ഉരുണ്ട് അല്പം താഴേക്ക് പോയ അവൾ ഒരിടത്തെത്തി നിശ്ചലയായി. ഒരു നിമിഷം അവൾ അനങ്ങാതെ അവിടെ കിടന്നു. എന്താണ് സംഭവിക്കുന്നത്? അടുത്തേക്ക് ചെന്ന് നോക്കണോ? ഞാൻ സംശയിച്ചു. പക്ഷേ പെട്ടെന്ന് ആരോ എടുത്തുയർത്തിയ പോലെ അവൾ തനിയെ എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് കൈകളനക്കാതെ എനിക്ക് നേരെ അതിവേഗത്തിൽ ഓടി വന്നു. ഞാൻ തിരിഞ്ഞു വണ്ടിയിലേക്ക് കാലെടുത്തു വെച്ചതും എൻ്റെ മറ്റേ കാലിൽ പിടിച്ച് അവൾ എന്നെ പുറകോട്ട് വലിച്ചിട്ടു. വണ്ടിയുടെ സ്റ്റെപ്പിൽ മുഖമടിച്ച് ഞാൻ നിലത്തേക്ക് വീണു. എൻ്റെ മൂക്കിലൂടെ രക്തം പുറത്തേക്കൊഴുകി. നിലത്ത് വീണ് കിടന്ന എൻ്റെ മുകളിലൂടെ അവൾ വണ്ടിയിലേക്ക് കയറാൻ ശ്രമിച്ചു. അത് കണ്ടതും ഞാൻ നിലത്ത് കിടന്നുകൊണ്ട് തന്നെ അവളുടെ കാലിൽ പിടിച്ചു വലിച്ചു. നിന്ന് നിൽപ്പിൽ തിരിഞ്ഞ് ഞാൻ പിടിച്ചു വലിച്ച കാലുകൊണ്ട് അവൾ എൻ്റെ മുഖത്തേക്ക് ആഞ്ഞു ചവിട്ടി. എന്നിട്ടും ഞാൻ ആ കാലിലെ പിടുത്തം വിട്ടില്ല. അതോടെ രോഷാകുലയായ അവൾ എൻ്റെ മുഖത്ത് ചവിട്ടിക്കൊണ്ട് വണ്ടിയിൽ നിന്നും ഇറങ്ങി. ഞാൻ അവളുടെ കാലിലെ പിടിവിട്ട് നിലത്ത് നിന്നും എഴുന്നേറ്റു. ഉടനെ അവൾ എൻ്റെ കഴുത്തിൽ പിടിച്ച് മുന്നോട്ട് നടക്കാൻ തുടങ്ങി. അവൾ എന്നെ തടാകക്കരയിലേക്കാണ് കൊണ്ടുപോകുന്നത്. എന്തെങ്കിലും ചെയ്ത് രക്ഷപ്പെട്ടേ മതിയാകൂ, അല്ലെങ്കിൽ കുട്ടികളെ ഇവൾ എന്തു ചെയ്യുമെന്ന് ഊഹിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം എൻ്റെ മുന്നിലുള്ളത് അനുവല്ല, അവളുടെ രൂപം മാത്രമുള്ള ഏതോ ഒരു പിശാചാണ്. പക്ഷേ എന്തു ചെയ്തിട്ടും എനിക്ക് അവളുടെ പിടിയിൽ നിന്നും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. അത്രമാത്രം അസാധാരണമായിരുന്നു അവളുടെ ബലം. തടാകക്കരയിലെത്തി അവളെന്നെ അതിലേക്ക് തള്ളിയിട്ടു. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ ആഴമുണ്ടായിരുന്നു അതിന്. ആ നിലമില്ലാ കയത്തിലേക്ക് ഞാൻ മുങ്ങിത്താഴാൻ തുടങ്ങി. ശ്വാസം കിട്ടാതെ ഞാൻ പിടഞ്ഞു. പെട്ടെന്ന് മരണവെപ്രാളത്തിനിടയിലും വെള്ളത്തിനടിയിൽ ഞാനൊരു കാഴ്ച കണ്ടു. നിലാവെളിച്ചമേറ്റ് തിളങ്ങുന്ന 2 കണ്ണുകൾ, അളിയൻ്റെ അറ്റുപോയ തല. പെട്ടെന്നത് ഒരു തവണ കണ്ണു ചിമ്മി. ഞാൻ നടുങ്ങിപ്പോയി. സർവശക്തിയുമെടുത്ത് ഞാൻ നീന്തി എങ്ങനെയൊക്കെയോ മുകളിലെത്തി. ആദ്യം ശ്വാസമെടുത്തപ്പോൾ വായുവിനൊപ്പം കുറച്ച് വെള്ളവും ഉള്ളിലേക്ക് ചെന്നു. ഞാനത് ചുമച്ചുകൊണ്ട് ഛർദ്ദിച്ചു. അധികം സമയമില്ല. ഞാൻ വേഗം വെള്ളത്തിൽ നിന്നും കരയിലേക്ക് കയറി മുന്നോട്ടോടി. അനുവണ്ടിയുടെ അടുത്തെത്താറായിരിക്കുന്നു. വസ്ത്രങ്ങൾ മുഴുവൻ നനഞ്ഞിരുന്നതുകൊണ്ട് എനിക്ക് ഓടാൻ തീരെ വേഗത കിട്ടിയില്ല. ഞാൻ കാലുകൾ വലിച്ചുവെച്ച് ആവും വിധം വേഗത്തിൽ മുന്നോട്ട് നീങ്ങാൻ ശ്രമിച്ചു. ഏതാനും ചുവടുകൾ മുന്നോട്ട് വെച്ച ഞാൻ അളിയൻ്റെ ചേതനയേറ്റ ശരീരത്തിനടുത്തെത്തി. ആ സമയം അത് ഒന്നനങ്ങിയ പോലെ എനിക്ക് തോന്നി. ചെറുതായൊന്ന് ഞെട്ടിയെങ്കിലും അത് അവഗണിച്ചുകൊണ്ട് ഞാൻ ഓട്ടം തുടർന്നു. പെട്ടെന്ന് എന്നെ ഭയത്തിൻ്റെ കൊടുമുടിയിലേക്ക് തള്ളിയിട്ടുകൊണ്ട് അളിയൻ്റെ ചേതനയേറ്റ ശരീരം പുൽമേട്ടിൽ എഴുന്നേറ്റിരുന്നു. ഞാൻ പേടിച്ചു പുറകോട്ട് ചാടിപ്പോയി. അടുത്ത നിമിഷം തലയില്ലാത്ത ആ ശരീരം എഴുന്നേറ്റ് നിന്ന് എനിക്ക് നേരെ നടക്കാൻ തുടങ്ങി. പേടിച്ചു മുള്ളുക എന്നൊക്കെ ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ സമയം അവിടെ വെച്ച് ഞാനത് ചെയ്തു. ഞാൻ ഭയന്നുറക്കെ നിലവിളിച്ചു. പക്ഷേ ശബ്ദം പുറത്തു വന്നില്ല. ഭയം കൊണ്ട് മരവിച്ച ഒരവസ്ഥയിലായിരുന്നു ഞാൻ. അപ്പോഴാണ് അനു വണ്ടിയുടെ ഉള്ളിലേക്ക് കയറുന്നത് ഞാൻ കണ്ടത്. മറ്റെല്ലാം മറന്നുകൊണ്ട് ഞാൻ വണ്ടിയുടെ നേരെ ഓടി. ഓട്ടത്തിനിടയിൽ ഞാൻ പലതവണ മുന്നിലേക്ക് മറിഞ്ഞു വീണുകൊണ്ടിരുന്നു. ഒടുവിൽ ഞാൻ എങ്ങനെയോ വണ്ടിയുടെ അടുത്തെത്തി. എന്താണ് സംഭവിച്ചിട്ടുണ്ടായിരിക്കുക എന്നറിയാതെ പിടയ്ക്കുന്ന ഹൃദയവുമായി ഞാൻ വണ്ടിയുടെ ഉള്ളിലേക്ക് കയറി. എൻ്റെ നേരെ മുന്നിൽ അനുകുട്ടികൾക്കായി ഓരോ സീറ്റിലേക്ക് നോക്കിക്കൊണ്ട് വണ്ടിയുടെ അറ്റത്തേക്ക് നടക്കുന്നു. ഉടനെ അവൾ പുറകിലെ സീറ്റിലെത്തും. കുട്ടികളെ എങ്ങാനും അവളുടെ കയ്യിൽ കിട്ടിയാൽ എന്താണ് ചെയ്യുക എന്ന് ഭയന്ന് ഞാൻ മുന്നോട്ട് കുതിച്ചു. പക്ഷേ ഞാൻ എത്തുന്നതിനു മുന്നേ അവൾ ആ സീറ്റിനരികിൽ എത്തിക്കഴിഞ്ഞിരുന്നു. എൻ്റെ ശ്വാസം നിലച്ചു. ഇനി എന്താണ് സംഭവിക്കുക? അനു, വേണ്ട, അവരെയൊന്നും ചെയ്യരുത്, ആ സീറ്റിലേക്ക് നോക്കി നിന്നിരുന്ന അവളോട് ഞാൻ പറഞ്ഞു. അവൾ അനങ്ങിയില്ല. ഞാൻ മെല്ലെ മുന്നോട്ട് ചുവടുവെച്ച് അവളുടെ അടുത്തേക്ക് ചെന്ന് സീറ്റിലേക്ക് നോക്കി. പേടിച്ചരണ്ട കുട്ടികളെ ഞാൻ അവിടെ പ്രതീക്ഷിച്ചെങ്കിലും അവരവിടെ ഉണ്ടായിരുന്നില്ല. അവരെവിടെ പോയി? എൻ്റെ ഉള്ളിൽ ഒരു കൊള്ളിയാൻ മിന്നി. ഒരു കണക്കിന് അവർ ഇതിനകത്തു നിന്നും പോയത് നന്നായി. അല്ലെങ്കിൽ ഇതിനോടകം അവൾ അവരെയും കൂടി. ഹോ, എനിക്കത് ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല. അവിടെ നിൽക്കുന്നതിനിടയിൽ അനുമെല്ലെ എനിക്ക് നേരെ തിരിഞ്ഞു. ആദ്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് രക്തം പോലെ ചുവന്ന അവളുടെ കണ്ണുകളായിരുന്നു. മുഖത്തും വസ്ത്രങ്ങളിലും രക്തം പറ്റി അവൾ എന്നെ നോക്കി കോപത്താൽ മുരണ്ടു. അതൊരു വന്യജീവിയുടെ മുരൾച്ച പോലെയാണ് എനിക്ക് തോന്നിയത്. ഞാൻ പതിയെ പുറകോട്ട് ചുവടുവച്ചു. ഉടനെ അവൾ എനിക്ക് നേരെ നടക്കാൻ തുടങ്ങി. ഞാൻ പുറകോട്ട് നടന്ന് വണ്ടിയുടെ തുറന്നു കിടക്കുന്ന ഡോറിൻ്റെ അടുത്തെത്തി. അവൾ എന്നെ ആക്രമിക്കും മുന്നേ പുറത്തേക്ക് ചാടി രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ വാതിലിന് നേരെ തിരിഞ്ഞു. എന്നാൽ അവിടുത്തെ കാഴ്ച കണ്ട ഞാൻ നടുങ്ങി വിറങ്ങലിച്ചുപോയി. ഡോറിൻ്റെ തൊട്ടുമുന്നിൽ തലയില്ലാത്ത അളിയൻ്റെ ശരീരം നിൽക്കുന്നു. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഞാൻ എൻ്റെ മരണം ഉറപ്പിച്ചു. അടുത്ത നിമിഷം ആ ശരീരം വണ്ടിയുടെ സ്റ്റെപ്പിലേക്ക് കാലെടുത്തു വെച്ചു. അനുവാണെങ്കിൽ തൊട്ടടുത്തെത്തിയിരിക്കുന്നു.
എന്റെ തൊട്ടരികിലെത്തി അവൾ തന്റെ വലതു കൈ ഉയർത്തി സ്വന്തം ഇടനെഞ്ചിൽ ചേർത്ത് വെച്ച് മുഷ്ടി ചുരുട്ടിയ ശേഷം ആ കൈ കൊണ്ട് എന്റെ താടിയെല്ലിലേക്ക് ആഞ്ഞടിച്ചു. ഞാൻ പുറകോട്ട് മറിഞ്ഞു വീണു. വേദന കൊണ്ട് പുളഞ്ഞുപോയ ഞാൻ ചാടി എഴുന്നേറ്റ് ഡ്രൈവർ സീറ്റിനടുത്തേക്ക് ഓടി അവിടെയുള്ള വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. ഞാൻ അവിടെ നിന്നുകൊണ്ട് ഇരുവശങ്ങളിലേക്കും നോക്കി. ഫ്ലഡ് ലൈറ്റിന്റെ വെളിച്ചം ആ ഭാഗത്തേക്ക് എത്തിയിരുന്നില്ല. എങ്കിലും നല്ല നിലാവുണ്ടായിരുന്നു. കുട്ടികൾ എവിടേക്കാണ് പോയത് എന്ന് കണ്ടുപിടിക്കണം. ഞാൻ നിലാവെളിച്ചത്തിൽ മുന്നിലെ മരക്കൂട്ടങ്ങൾക്കിടയിലേക്ക് ഓടി. മുതുകും തലയുമെല്ലാം നല്ലപോലെ വേദനിക്കുന്നു. മൂക്കിന് പരിക്ക് പറ്റിയിരുന്നതുകൊണ്ട് ശ്വാസമെടുക്കാനും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. അതെല്ലാം സഹിച്ച് ഓടി ഞാൻ മരക്കൂട്ടങ്ങൾക്കിടയിലെത്തി. മരങ്ങൾ ഇടതൂർന്നു വളർന്നു നിന്നിരുന്നതുകൊണ്ട് അവിടെ നിലാവെളിച്ചം തീരെയില്ലാതെ ഇരുട്ട് തളം കെട്ടിക്കിടക്കുകയായിരുന്നു. എങ്കിലും ഞാൻ അതിലൂടെ കുറച്ചുകൂടി ഉള്ളിലേക്ക് പോയി നോക്കി. ഇവിടെ തൊട്ടടുത്ത് എവിടെയെങ്കിലും കുട്ടികൾ ഒളിച്ചിരിപ്പുണ്ടെങ്കിൽ പോലും അവരെ കണ്ടെത്താൻ കഴിയില്ല. അപ്പൂ, ഞാൻ പതിഞ്ഞ ശബ്ദത്തിൽ മോനെ വിളിച്ചു നോക്കി. പെട്ടെന്ന് എൻ്റെ പുറകിൽ എവിടെ നിന്നോ അനുവിൻ്റെ ശബ്ദം കേട്ടു. ഞാൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. അവളും അപ്പുവിൻ്റെ പേര് വിളിക്കുകയാണ്. എനിക്കൊന്നും മനസ്സിലായില്ല. അത് അനുവിൻ്റെ ശബ്ദം തന്നെയായിരുന്നെങ്കിലും ആ വിളിയിൽ എന്തോ ഒരു കെണിയൊരുക്കി വെച്ചിട്ടുള്ളതിൻ്റെ ധ്വനിയുണ്ടായിരുന്നു. അതോടെ ഞാൻ കൂടുതൽ പരിഭ്രാന്തനായി. അപ്പു എങ്ങാനും ആ വിളി കേട്ട് അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്നാൽ? ഞാൻ ഓരോ മരങ്ങളിലും കൈകൊണ്ട് പരതി മുന്നോട്ട് നടന്ന് അപ്പുവിൻ്റെ പേര് വിളിച്ചുകൊണ്ടിരുന്നു. എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാൾക്ക് മാത്രം കേൾക്കാൻ പാകത്തിന് ശബ്ദത്തിലാണ് ഞാൻ അപ്പുവിനെ വിളിച്ചുകൊണ്ടിരുന്നതെങ്കിലും ഞാൻ അവനെ വിളിച്ചു കഴിഞ്ഞ ഉടനെ അവളും അപ്പുവിനെ വിളിച്ചുകൊണ്ടേയിരുന്നു. ആദ്യത്തെ തവണ അവളുടെ ശബ്ദം കേട്ടത് പുറകുവശത്ത് നിന്നുമായിരുന്നെങ്കിൽ ഇപ്പോൾ അത് അന്തരീക്ഷത്തിൽ വ്യാപിച്ചിരുന്ന തണുപ്പിനൊപ്പം അലയടിക്കുന്ന പോലെ 4 ചുറ്റിൽ നിന്നുമാണ് കേൾക്കുന്നത്. കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇനി എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന സംശയമായി. ഇതുപോലെ എത്ര ദൂരം മുന്നോട്ട് നടക്കും? തിരിച്ച് വണ്ടിയുടെ അടുത്തേക്ക് നടക്കാനാണെങ്കിൽ വഴി പോയിട്ട് ഞാൻ ഈ മരക്കൂട്ടത്തിന്റെ ഏത് ഭാഗത്താണുള്ളത് എന്ന് പോലും അറിയാത്ത അവസ്ഥ. അപ്പുവിന്റെ പേരും വിളിച്ച് ഞാൻ 4 ചുറ്റിലും നോക്കി. എങ്ങു നിന്നും എനിക്കൊരു മറുപടി കിട്ടിയില്ല. ഹതാശനായി ഞാൻ ഉറക്കെ അവന്റെ പേര് വിളിച്ചു. ഉടനെ ഉച്ചത്തിൽ അനുവും അവന്റെ പേര് വിളിക്കുന്നത് കേട്ടു. അവളുടെ ശബ്ദം മലനിരകളിൽ തട്ടി പ്രതിധ്വനിച്ചു. ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം അത് നിലച്ചപ്പോൾ ദൂരെ മരക്കൂട്ടങ്ങൾക്കിടയിൽ നിന്നും ആരോ ഓടിപ്പോകുന്നതിന്റെ കാലൊച്ച കേട്ടു. കരിയിലകളെ ചവിട്ടിമെതിച്ച് അത് അകന്നകന്നു പോവുകയാണ്. 2 കുട്ടികളുടെ കാലടി ശബ്ദമാണ് അതെന്ന് തിരിച്ചറിയാൻ എനിക്ക് അധിക നേരം വേണ്ടി വന്നില്ല. ഞാൻ ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് ഓടി. ഓട്ടത്തിനിടയിൽ ഞാൻ പലതവണ ഉറക്കെ അപ്പുവിന്റെ പേര് വിളിച്ചുകൊണ്ടിരുന്നെങ്കിലും എനിക്കൊപ്പം തന്നെ അനുവും അവനെ വിളിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് എൻ്റെ ശബ്ദം അവൻ കേട്ടതേയില്ല. ഞാൻ കുറേ ദൂരം ഓടിക്കഴിഞ്ഞപ്പോൾ അകലെ എൻ്റെ ട്രാവലർ കിടക്കുന്നത് മരക്കൂട്ടങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് ഞാൻ കണ്ടു. അതിൽ ഘടിപ്പിച്ചിരുന്ന ഫ്ലഡ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ അനു എങ്ങോട്ടോ നോക്കി നിൽക്കുന്നു. അവൾ ഒരു കൈ പുറകിലേക്ക് മറച്ചു പിടിച്ചിരിക്കുന്നു. ആ കൈയിൽ എന്തോ ഉണ്ടെന്ന് എനിക്ക് തോന്നി. ആ സമയം എനിക്ക് വലതുവശത്തെ മരക്കൂട്ടങ്ങൾക്കിടയിൽ നിന്നും അമ്മേ അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് അപ്പു അനുവിൻ്റെ നേരെ ഓടുന്നത് ഞാൻ കണ്ടു. അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ ഇളയ മകളും ഉണ്ടായിരുന്നു. മോനെ, അവിടേക്ക് പോകരുത് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഞാൻ അവരുടെ അടുത്തേക്ക് ഓടി. പക്ഷേ അതവർ കേട്ടില്ല. അതോ കേട്ടിട്ടും നിൽക്കാത്തതോ എനിക്ക് മനസ്സിലായില്ല. ഞാൻ വേഗം അവരുടെ നേരെ ഓടി. ഓടിയോടി ഞാൻ മരക്കൂട്ടങ്ങൾക്കിടയിൽ നിന്നും പുറത്തേക്ക് കടക്കാറായതും ഒരു വശത്തു നിന്നും അളിയന്റെ തലയില്ലാത്ത ശരീരം എൻ്റെ മുന്നിലേക്ക് വന്നു നിന്നു. ഭയന്നുപോയ ഞാൻ നിലത്ത് വീണു കിടന്നിരുന്ന പഴുത്ത ഇലകളിൽ കാലുതന്നി പുറകിലേക്ക് മറിഞ്ഞു വീണു. കുട്ടികൾ 2 പേരും ഉടനെ അനുവിൻ്റെ അടുത്തെത്തും. നിലത്ത് കിടന്നുകൊണ്ട് അവർ ഓടുന്നത് ഞാൻ കണ്ടു. അതിനു മുമ്പ് അവരെ തടയണം. ഞാൻ നിലത്തു നിന്നും കയ്യിൽ തടഞ്ഞ ഒരു വലിയ മരക്കുറ്റി മുറുകെ പിടിച്ചു. അടുത്ത നിമിഷം തലയില്ലാത്ത ആ ശരീരം എൻ്റെ അടുത്തേക്ക് വന്നു. എനിക്കതിനെ ആക്രമിക്കാൻ കഴിയുന്നതിന് മുന്നേ അതിൻ്റെ കഴുത്തിൽ പിടിച്ച് മുകളിലേക്ക് ഉയർത്തി. എൻ്റെ കാലുകൾ വായുവിൽ പിടഞ്ഞു. കയ്യിലുള്ള മരക്കുറ്റി ഊർന്ന് താഴെ പോവുമെന്ന് തോന്നിയ നിമിഷത്തിൽ ഞാൻ അതിൻ്റെ കൂർത്താഗ്രം ആ ശരീരത്തിൻ്റെ തലഛേദിക്കപ്പെട്ട ഭാഗത്തേക്ക് കുത്തിയിറക്കി. മരക്കുറ്റി പകുതിയിലധികം ആ ശരീരത്തിൻ്റെ കഴുത്തിലൂടെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങി. അതോടെ അതിൻ്റെ പിടിയായി ഞാൻ നിലത്തേക്ക് വീണു. അതിന് തൊട്ടരികിലായി ഞാനും നിലത്തേക്ക് വീണു. നിലത്ത് ഒരു വശത്തേക്ക് ചെരിഞ്ഞു കിടന്നിരുന്ന ഞാൻ ചുമച്ചുകൊണ്ട് ദീർഘമായി ശ്വാസമെടുത്തു. അധികം സമയമില്ല. കുട്ടികൾ 2 പേരും അനുവിൻ്റെ അടുത്തെത്താറായിരിക്കുന്നു. മോനെ അപ്പു, പോവല്ലേറാ, ഞാൻ തൊണ്ട പൊട്ടുമാറുച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. അപ്പു അത് കേട്ടു. അവൻ പെട്ടെന്ന് ഓട്ടം നിർത്തി. എന്തു ചെയ്യണമെന്നറിയാതെ അവൻ എൻ്റെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി. ഞാൻ കിടക്കുന്ന ഭാഗത്ത് ഇരുട്ടായിരുന്നതുകൊണ്ട് അവൻ എന്നെ കാണാൻ കഴിഞ്ഞില്ല. തൊട്ടുമുന്നിൽ അവൻ്റെ അമ്മ നിൽക്കുന്നു. ഒരു വശത്ത് എൻ്റെ ശബ്ദം മാത്രം. അവൻ ഒന്നും മനസ്സിലാവാതെ കുഴങ്ങി നിന്നു. ഉടനെ അനു ഒരു കൈ നീട്ടി അവനെ വിളിച്ചു. അപ്പു ശങ്കിച്ചുകൊണ്ട് എൻ്റെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് പരതി നോക്കി. തിരിച്ച് കാട്ടിലേക്ക് പോ, ഞാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു.
അത് കേട്ടതും രണ്ടാമതൊന്നും ചിന്തിക്കാൻ നിൽക്കാതെ അപ്പു അനിയത്തിയുടെ കൈയും പിടിച്ച് തിരിഞ്ഞ് വന്ന ഭാഗത്തേക്ക് ഓടി. ഉടനെ അനു അതിവേഗത്തിൽ അവരുടെ പുറകെ നടക്കാൻ തുടങ്ങി. ആ കുഞ്ഞുകാലുകളേക്കാൾ പല മടങ്ങ് വേഗതയിലായിരുന്നു അവൾ ചുവടുവെച്ചുകൊണ്ടിരുന്നത്. ഞാൻ നിലത്തു നിന്നും കുതിച്ചെഴുന്നേറ്റ് കുട്ടികളുടെ നേരെ ഓടി. പക്ഷേ എത്ര വേഗത്തിൽ ഓടിയാലും അവൾക്ക് മുന്നേ അവരുടെ അടുത്തെത്താൻ എനിക്ക് കഴിയില്ല എന്ന് എനിക്കറിയാമായിരുന്നു. അപ്പുവിന്റെ തൊട്ടുപുറകിലെത്തിയ അനു അതുവരെ പുറകിൽ ഒളിപ്പിച്ചു പിടിച്ചിരുന്ന ഷവൽ അവന്റെ തല ലക്ഷ്യമാക്കി മുകളിലേക്ക് ഉയർത്തി. അത് കണ്ടതും എന്റെ കാലുകളിടറി. ഞാൻ മുന്നിൽ അടുപ്പ് കൂട്ടാൻ ഉപയോഗിച്ചിരുന്ന വലിയ കല്ലുകളിൽ ഒന്നിൽ തട്ടി നിലത്തേക്ക് വീണു. അവൾ ഷവൽ കുറച്ചുകൂടി മുകളിലേക്ക് ഉയർത്തി ആഞ്ഞു വീശി. കൃത്യം ആ സമയത്ത് തന്നെ ഞാൻ ആ വലിയ കല്ലുകളിൽ ഒന്നെടുത്ത് അനുവിന്റെ തലയുടെ നേരെ എറിഞ്ഞു. അവൾ വീശിയ ഷവൽ അപ്പുവിന്റെ തലയിൽ തൊട്ടില്ല എന്ന് തോന്നിക്കുന്ന നിമിഷത്തിൽ ആ കല്ല് അവളുടെ മുഖത്ത് ചെന്ന് പതിച്ചു. ശക്തിയായ ആ പ്രഹരമേറ്റ് ഷവലിലെ അവളുടെ പിടിയഴിഞ്ഞു. അവൾ നിലത്തേക്ക് മറിഞ്ഞു വീണു. കുട്ടികൾ രണ്ടുപേരും പുറകിൽ നടന്നതൊന്നും അറിയാതെ മരക്കൂട്ടങ്ങൾക്കിടയിലേക്ക് ഓടിപ്പോയി. അനു നിശ്ചലയായി ആ പുൽപ്പരപ്പിൽ മലർന്നു കിടന്നു. എനിക്കത് കണ്ട് സഹിക്കാൻ കഴിഞ്ഞില്ല. എത്രയൊക്കെയായാലും അതെന്റെ അനുവാണ്. ഞാൻ അവളുടെ അടുത്തേക്ക് ഓടി. കല്ലിന്റെ കൂർത്ത അഗ്രം പതിച്ച് അവളുടെ മുഖത്തിന്റെ ഒരു ഭാഗം പിളർന്നിരുന്നു. അവൾ ശ്വാസമെടുക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല. അവളുടെ അടുത്തെത്തിയ ഞാൻ നിലത്ത് മുട്ടുകുത്തിയിരുന്ന് അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചു നോക്കി. വല്ലാത്തൊരു തണുപ്പായിരുന്നു ആ കൈക്ക്. അവൾക്ക് പൾസ് ഉണ്ടായിരുന്നില്ല. അനു അനു ഞാൻ അവളുടെ മുഖത്ത് മെല്ലെ തട്ടി വിളിച്ചു. അടുത്ത നിമിഷം അവൾ കണ്ണു തുറന്ന് ക്രൂരമായി ചിരിച്ചുകൊണ്ട് എൻ്റെ കഴുത്തിൽ പിടുത്തമിട്ടു. നിലത്ത് കൈകൾ കുത്താതെ കാൽമുട്ടുകൾ മടക്കാതെ ആ കിടന്ന കിടപ്പിൽ നിന്നും അവൾ സ്വയമേ ആ പുൽപ്പരപ്പിൽ ആരോ എടുത്തുയർത്തിയ പോലെ എഴുന്നേറ്റ് നിന്നു. എന്തോ ഭാഗ്യത്തിന് അതിനു മുന്നേ നിലത്ത് കിടന്നിരുന്ന ഷവൽ എനിക്ക് കൈക്കലാക്കാൻ കഴിഞ്ഞിരുന്നു. നേരെ നിന്നുകൊണ്ട് അവൾ എന്നെ മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചു. അല്പം പോലും സമയം കളയാതെ ഞാൻ ആ ഷവൽ കൊണ്ട് അവളുടെ തലയിലേക്ക് ആഞ്ഞടിച്ചു. അതോടെ വീണ്ടും അവൾ ബോധരഹിതയായി നിലത്തേക്ക് വീണു. കൂടെ ഞാനും അവൾക്ക് തൊട്ടരികിലായി വീണു. ഇനി അവളെ ഉണർത്താൻ ശ്രമിക്കുന്നത് അപകടമാണ് എന്ന് തോന്നിയ ഞാൻ നേരെ വണ്ടിയുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് വണ്ടിക്കകത്തേക്ക് കയറി ടെന്റ് കെട്ടാൻ ഉപയോഗിക്കുന്ന ചെറിയ റോപ്പ് എടുത്ത ശേഷം തിരികെ അനുവിന്റെ അടുത്തേക്ക് വന്നു. അവൾ അപ്പോഴും അനക്കമില്ലാതെ കിടക്കുകയായിരുന്നു. ഞാൻ വേഗം ആ റോപ്പ് കൊണ്ട് അവളുടെ കൈയും കാലും കൂട്ടിക്കെട്ടി. അതിനുശേഷം അവളെ താങ്ങിയെടുത്ത് വണ്ടിയുടെ ഏറ്റവും പുറകിലെ സീറ്റിൽ കൊണ്ട് കിടത്തി. ഒരു നിമിഷം ഞാൻ അനക്കമില്ലാതെ കിടക്കുന്ന അവളെ നോക്കി. എൻ്റെ കണ്ണുകൾ ഈറനണിഞ്ഞു. അധികം സമയമില്ല. ഞാൻ കണ്ണു തുറച്ച് വേഗം വണ്ടിയിൽ നിന്നും പുറത്തേക്കിറങ്ങി. എന്നിട്ട് ഫ്ലഡ് ലൈറ്റ് ഇളക്കിയെടുത്ത് കുട്ടികൾ പോയ ഭാഗം ലക്ഷ്യമാക്കി ഓടി. അപ്പു മോനെ എവിടെയാ? മരക്കൂട്ടങ്ങൾക്കിടയിലെത്തിയ ഞാൻ ഉറക്കെ വിളിച്ചുകൊണ്ട് ചുറ്റിലും നോക്കി നടന്നു. കുറച്ചു ദൂരം മുന്നോട്ട് നടന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ വിളി കേട്ട് അപ്പു ഒരു മരത്തിന്റെ മറവിൽ നിന്നും പുറത്തേക്ക് വന്നു. അവന്റെ കൈയും പിടിച്ച് മിന്നുവും. ഞാൻ ഓടിച്ചെന്ന് രണ്ടുപേരെയും തോളിലെടുത്ത് തിരികെ വണ്ടിയുടെ അടുത്തേക്ക് നടന്നു. മരക്കൂട്ടങ്ങൾക്കിടയിൽ നിന്നും പുറത്തേക്ക് വന്ന് മുന്നോട്ട് നടക്കുന്നതിനിടയിൽ ഞാൻ അളിയന്റെ ശരീരം കിടന്നിരുന്ന ഭാഗത്തേക്ക് ലൈറ്റ് തെളിച്ചു നോക്കി. അതവിടെയില്ലായിരുന്നു. അതോടെ എൻ്റെ ഭയം വർദ്ധിച്ചു. ഞാൻ വേഗം കുട്ടികളെയും കൊണ്ട് വണ്ടിയിൽ കയറി. വണ്ടിക്കകത്ത് കയറിയ എൻ്റെ നോട്ടം ആദ്യം പോയത് അനുവിൻ്റെ നേരെയായിരുന്നു. ഞാൻ കിടത്തിയതുപോലെ തന്നെ അവൾ ആ സീറ്റിൽ കിടക്കുന്നുണ്ടായിരുന്നു. ഞാൻ കുട്ടികളെ നടുക്കുള്ള ഒരു സീറ്റിലിരുത്തിയ ശേഷം അനുവിൻ്റെ അടുത്ത് ചെന്ന് നോക്കി. ഇല്ല, അവൾ ഒന്നനങ്ങുക പോലും ചെയ്തിട്ടില്ല. അതിൽ ആശ്വസിക്കുകയാണോ അതോ ആശങ്കപ്പെടുകയാണോ വേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്തു തന്നെയായാലും ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കരുത്. ഞാൻ വേഗം ഡ്രൈവർ സീറ്റിൽ ചെന്നിരുന്ന് ഡാഷ്ബോർഡിൽ നിന്നും താക്കോലെടുത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. നല്ല മഞ്ഞുണ്ടായിരുന്നതുകൊണ്ട് എൻജിൻ തണുത്തിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ വണ്ടി സ്റ്റാർട്ടായി കിട്ടാൻ കുറച്ച് പാടുപെട്ടു. അവിടെ ചെലവഴിക്കുന്ന ഓരോ നിമിഷവും എൻ്റെ ഭയം വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു. കുറച്ചു നേരത്തെ ശ്രമത്തിനൊടുവിൽ വണ്ടി സ്റ്റാർട്ടായി. 2 തവണ ആക്സിലേറ്റർ ചവിട്ടി റേസ് ചെയ്ത് എൻജിൻ ഹീറ്റാക്കിയ ശേഷം ഞാൻ വണ്ടി ആ പുൽമേടിൽ നിന്നും തിരിച്ച് റോഡിലേക്ക് കയറ്റി. എങ്ങും കനത്ത ഇരുട്ട്. ആകെയുള്ളത് വാഹനത്തിന്റെ ഹെഡ്ലൈറ്റിന്റെ പ്രകാശം മാത്രം. ഇരുവശങ്ങളിലും മരങ്ങൾ ഇടതൂർന്നു വളർന്നു നിൽക്കുന്ന ആ റോഡിലൂടെ ഞാൻ വളരെ ശ്രദ്ധയോടെ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നു. അവിടെ നിന്നും അകലുമ്പോൾ എനിക്ക് നേർത്ത ഒരാശ്വാസം തോന്നി. എന്നാൽ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ മരക്കൂട്ടങ്ങൾക്കിടയിൽ നിന്നും എന്തോ ഒന്ന് റോഡിന് നടുവിലേക്ക് ചാടി വീണു. ഞാൻ ലൈറ്റ് ഡിമ്മിൽ നിന്നും ഹൈ ബീമിലേക്ക് മാറ്റി. ആ പ്രകാശത്തിൽ ഞാനത് കണ്ടു. റോഡിന്റെ ഒത്ത നടുക്ക് അളിയന്റെ തലയില്ലാത്ത ശരീരം നിൽക്കുന്നു. അതിൻ്റെ ഒരു കൈയിൽ ഞാൻ നേരത്തെ കുത്തിയിറക്കിയ മരക്കുറ്റിയുമുണ്ടായിരുന്നു. പെട്ടെന്നൊന്ന് പകച്ചുപോയെങ്കിലും ഉടനെ തന്നെ ഞാൻ ആത്മസംയമനം വീണ്ടെടുത്തു. ഇടിച്ചു തെറിപ്പിക്കുക തന്നെ, അല്ലാതെ വേറൊന്നും ചെയ്യേണ്ടതില്ല. എൻ്റെ കാൽ ആക്സിലേറ്ററിൽ അമർന്നു. വണ്ടിയുടെ വേഗത വർദ്ധിച്ചു വന്നു. ഒടുവിൽ വണ്ടി അപകടകരമാംവിധം വേഗത കൈവരിച്ചു. ഞാൻ പകയോടെ മുന്നിലുള്ള രൂപത്തെ നോക്കി. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ വണ്ടി അതിനെ ഇടിച്ചു തെറിപ്പിക്കും.
അമിത വേഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന വണ്ടി അതിന്റെ അടുത്തെത്താറായതും ചരട് കൊണ്ട് ബന്ധിപ്പിക്കപ്പെട്ട 2 കൈകൾ പുറകിൽ നിന്നും എന്റെ തലയ്ക്ക് മുകളിലൂടെ ഉയർന്നു വന്ന് എന്റെ കഴുത്തിൽ ശക്തിയായി പിടുത്തമിട്ടു. അനു എങ്ങനെയോ എഴുന്നേറ്റ് നടന്നു വന്നിരിക്കുന്നു. കഴുത്തിലെ ആ പിടുത്തം തീർത്തും അപ്രതീക്ഷിതമായിരുന്നതുകൊണ്ട് എന്റെ നിയന്ത്രണം നഷ്ടമായി. നേരെ പോയിക്കൊണ്ടിരുന്ന വണ്ടി ഒരു വശത്തേക്ക് തിരിഞ്ഞ് റോഡിൽ നിന്നും തെന്നിമാറി റോഡരികിലെ ഒരു മരത്തിലേക്ക് ഇടിച്ചു കയറി. ഇടിയുടെ ആഘാതത്തിൽ വണ്ടിയുടെ മുൻവശം മുഴുവനായും തകരുകയും പുറംവശം നിലത്ത് നിന്ന് ഉയരുകയും ചെയ്തു. ഒരു നിമിഷത്തേക്ക് എന്റെ കണ്ണിൽ ഇരുട്ട് കയറി. എത്ര നേരം ഞാൻ ബോധമില്ലാതെ കിടന്നു എന്നറിയില്ല. കണ്ണു തുറന്നപ്പോൾ ശരീരം ആസകലം വേദന അനുഭവപ്പെട്ടു. ആ സമയം അനു എനിക്കരികിലില്ലായിരുന്നു. എൻ്റെ ഉള്ളിലൂടെ ഒരു മിന്നൽ പിണർ കടന്നുപോയി. ശാരീരികമായ എല്ലാ വേദനകളെയും അവഗണിച്ചുകൊണ്ട് ഞാൻ ഡ്രൈവർ സീറ്റിൽ നിന്നും ചാടി എഴുന്നേറ്റ് കുട്ടികൾ ഇരുന്നിരുന്ന ഭാഗത്തേക്ക് പാഞ്ഞു. അവിടെ എത്തിയതും എൻ്റെ ദേഹം തളർന്നു. സീറ്റിൽ കുട്ടികളുണ്ടായിരുന്നില്ല. ഞാൻ വണ്ടിയിൽ മുട്ടുകുത്തിയിരുന്നു പോയി. അനു! സ്നേഹവും ദേഷ്യവും വേദനയും നിരാശയും കലർന്ന ശബ്ദത്തിൽ ഞാൻ ഉറക്കെ വിളിച്ചു. ആ ശബ്ദം കനത്ത മഞ്ഞിൽ അലിഞ്ഞു ചേർന്നു. എങ്ങും കൂരിരുട്ടു മാത്രം. വണ്ടിയുടെ ഹെഡ്ലൈറ്റുകൾ പൂർണ്ണമായും തകർന്നിരുന്നു. എവിടേക്ക് പോകണമെന്ന് എനിക്കൊരു പിടിയും കിട്ടിയില്ല. ഞാൻ ഡാഷ്ബോർഡിൽ നിന്നും ഫ്ലഡ് ലൈറ്റ് എടുത്ത് ഓൺ ചെയ്ത് വണ്ടിയിൽ നിന്നും ഇറങ്ങി. നേരത്തെ അളിയൻ്റെ ശരീരം നിന്നിരുന്ന ഭാഗം ഇപ്പോൾ ശൂന്യമാണ്. ഒരിടത്തും ആരെയും കാണുന്നില്ല. എവിടെയെങ്കിലും എന്തെങ്കിലും അനക്കം കേൾക്കുന്നുണ്ടോ എന്നറിയാനായി ഞാൻ കാതുകൂർപ്പിച്ചു. ഇല്ല, ചിവീടുകളുടെയും ഏതോ രാത്രിപക്ഷികളുടെയും ശബ്ദമല്ലാതെ മറ്റൊരു ശബ്ദവും കേൾക്കുന്നില്ല. മലനിരകൾക്കപ്പുറത്തു നിന്നും വീശിയടിച്ച ഒരു തണുത്ത കാറ്റ് എന്നെ തഴുകി കടന്നുപോയി. തണുത്തു വിറച്ച എൻ്റെ പല്ലുകൾ തമ്മിൽ കൂട്ടിയിടിച്ചു. അവർ എവിടേക്കാണ് പോയത് എന്നറിയാൻ ഒരു മാർഗവുമില്ലല്ലോ ഈശ്വര. എൻ്റെ ഉള്ളം പിടഞ്ഞു. അപ്പോഴാണ് നേരത്തെ അളിയൻ്റെ ശരീരം നിന്നിരുന്ന ഭാഗത്ത് റോഡിൽ രക്തത്തുള്ളികൾ ഞാൻ കണ്ടത്. ഞാനൊന്ന് നടുങ്ങി. അത് അളിയൻ്റെ രക്തം തന്നെ ആവണേയെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. വിറയാർന്ന കാലുകളുമായി ഞാൻ അതിനടുത്തേക്ക് ചെന്ന് നോക്കി. രക്തത്തുള്ളികൾ റോഡിൽ നിന്നും മരക്കൂട്ടങ്ങൾക്കിടയിലേക്ക് പോകുന്നു. അത് പിന്തുടർന്നു പോവുകയല്ലാതെ എനിക്ക് മുന്നിൽ മറ്റു മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ രക്തത്തുള്ളികളെ നോക്കി മുന്നോട്ട് നടന്നു. വളരെ ശ്രദ്ധയോടെയാണ് ഞാൻ ഓരോ ചൂടും മുന്നോട്ട് വെച്ചുകൊണ്ടിരുന്നത്. കാരണം ഏത് നിമിഷം വേണമെങ്കിലും എനിക്ക് നേരെ ഒരാക്രമണം ഉണ്ടാവാമെന്ന് എനിക്കറിയാമായിരുന്നു. മരക്കൂട്ടങ്ങൾക്കിടയിലൂടെ കരിയിലകളെ ചവിട്ടിമെതിച്ച് ഞാൻ കുറച്ചു ദൂരം മുന്നോട്ട് നടന്നു. അവരെ എവിടെയും കാണുന്നില്ല. ഏതാനും ചൂടുകൾ കൂടി മുന്നോട്ട് നടന്നു കഴിഞ്ഞപ്പോൾ രക്തത്തുള്ളികൾ പിന്നെ മുന്നോട്ടുണ്ടായിരുന്നില്ല. അവിടെ നിന്നും ഇനി എവിടേക്കാണ് പോകേണ്ടത് എന്നറിയാതെ ഞാൻ പകച്ച് ചുറ്റിലും നോക്കി. ആ സമയം ദൂരെ എവിടെ നിന്നോ കുറച്ച് കാലടി ശബ്ദങ്ങൾ ഞാൻ കേട്ടു. ആദ്യം അത് എവിടെ നിന്നുമാണ് കേൾക്കുന്നത് എന്നെനിക്ക് വ്യക്തമായില്ല. ഞാൻ കണ്ണടച്ച് നിന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. എൻ്റെ നേരെ മുന്നിൽ നിന്നും തന്നെയാണ് അത് കേൾക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞതും ഞാൻ അവിടം ലക്ഷ്യമാക്കി കുതിച്ചു. പക്ഷേ എത്ര ദൂരം ഓടിയിട്ടും എനിക്ക് ആരെയും കാണാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇപ്പോഴും ആരൊക്കെയോ അതിവേഗത്തിൽ കരിയിലകളെ ചവിട്ടിമെതിച്ച് നടക്കുന്നതിൻ്റെ ശബ്ദം എനിക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് കയറ്റമാണ്. നേരത്തെ പുൽമേട്ടിൽ വെച്ച് കണ്ട ഏതോ ഒരു മലയുടെ അടിവാരത്തിലാണ് ഞാൻ എത്തി നിൽക്കുന്നത്. ഞാൻ ഓട്ടം തുടർന്നു. നേരത്തെ ഓടിക്കൊണ്ടിരുന്ന അത്ര വേഗത്തിൽ എനിക്ക് ഓടാൻ കഴിഞ്ഞില്ല. കാലുകൾക്ക് കനം വെച്ചു വരുന്നത് പോലെ. ഓട്ടം പതിയെ ഏന്തി വലിഞ്ഞുള്ള നടത്തമായി മാറി. കുറച്ചു ദൂരം കൂടി മുന്നോട്ട് നടന്നു കഴിഞ്ഞപ്പോൾ കാലടി ശബ്ദം എൻ്റെ തൊട്ടടുത്തായി കേൾക്കാൻ തുടങ്ങി. പ്രതീക്ഷയോടെ ഞാൻ ആ ഭാഗത്തേക്ക് നോക്കി. എന്നാൽ എൻ്റെ എല്ലാ പ്രതീക്ഷകളെയും തെറ്റിച്ചുകൊണ്ട് അളിയൻ്റെ തലയില്ലാത്ത ശരീരം എനിക്ക് നേരെ അതിവേഗം നടന്നു വരുന്നതാണ് ഞാൻ കണ്ടത്. അതിൻ്റെ കൈക്കരുത്ത് ഞാൻ നേരത്തെ അനുഭവിച്ചറിഞ്ഞതാണ്. അതുകൊണ്ട് ഇത്തവണ അതിന് പിടികൊടുക്കാതിരിക്കാനായി ഞാൻ ആ ശരീരത്തിന് നേരെ ഓടി. ഉടനെ അതും എനിക്ക് നേരെ ഓടാൻ തുടങ്ങി. ഓടിയോടി അതിൻ്റെ തൊട്ടടുത്തെത്തിയതും ഞാൻ നിലത്തു നിന്നും ചാടി ഉയർന്ന് അതിൻ്റെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി. എൻ്റെ ചവിട്ടേറ്റ് അത് തെറിച്ച് പുറകോട്ട് വീണ് മലഞ്ചെരുവിലൂടെ താഴെ ഇരുട്ടിലേക്ക് ഉരുണ്ടുപോയി. ഒരു നിമിഷം ഞാൻ നിന്ന് കിതച്ചു. അധികം സമയമില്ല. എത്രയും പെട്ടെന്ന് കുട്ടികളെ കണ്ടുപിടിക്കണം. കയറ്റം കയറാൻ എനിക്ക് നന്നേ പ്രയാസപ്പെടേണ്ടി വന്നു. കുറേ ദൂരം ഏന്തി വലിഞ്ഞ് നടന്നു കഴിഞ്ഞപ്പോൾ കുറച്ചകലെയായി മലമുകളിൽ അനുവിൻ്റെ നിഴൽ രൂപം കണ്ടു. ഞാൻ ഉടനെ ഫ്ലഡ് ലൈറ്റ് ഓഫ് ചെയ്ത് പോക്കറ്റിലിട്ടു. അവൾ എനിക്ക് പുറംതിരിഞ്ഞാണ് നിന്നിരുന്നത്. കുട്ടികളെ അവിടെയെങ്ങും കാണുന്നില്ല. എൻ്റെ നെഞ്ചിടിപ്പ് വർദ്ധിച്ചു. പരിഭ്രാന്തനായി ഞാൻ മുകളിലേക്ക് നടന്നു. ആ സമയം അനുവിൻ്റെ കുറച്ചു മുന്നിലായി കുട്ടികൾ 2 പേരും നിൽക്കുന്നത് ഞാൻ കണ്ടു. അവരുടെ കണ്ണുകൾ ഒരു തുണി കഷ്ണം കൊണ്ട് കെട്ടിമറച്ചിരുന്നു. എനിക്കൊന്നും മനസ്സിലായില്ല. ദീർഘനേരമായി കയറ്റം കയറാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നല്ലപോലെ കിതച്ചിരുന്നു. തൊണ്ട വരണ്ടു പൊട്ടുന്നത് പോലെ എനിക്ക് തോന്നി. എനിക്കൊന്ന് ശബ്ദിക്കാൻ പോലും കഴിഞ്ഞില്ല. ഞാൻ ഓടി കുറച്ചുകൂടി മുകളിലേക്ക് കയറി.
അപ്പോഴാണ് കുട്ടികൾ നിൽക്കുന്നത് ഒരു കൊക്കയുടെ വക്കിലാണ് എന്ന കാര്യം എനിക്ക് മനസ്സിലായത്. അവർ എന്തോ കളിതമാശയിൽ ഏർപ്പെട്ടിട്ടെന്ന പോലെ ചിരിക്കുന്നത് നിലാവെളിച്ചത്തിൽ കാണാമായിരുന്നു. അനുവിന്റെ മുഖത്ത് ക്രൂരമായ ചിരി ഞാൻ കണ്ടു. അവൾ കുട്ടികളെ കബളിപ്പിച്ചു കൊണ്ടുവന്നതാണ് എന്ന് അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. കൊക്കയുടെ താഴെ നേരത്തെ അനു മുഖം കഴുകാൻ പോയ തടാകമാണ്. അതിലേക്ക് കുട്ടികളെ തള്ളിയിടാനാണ് അവൾ ഉദ്ദേശിക്കുന്നത്. കുട്ടികൾക്ക് പുറകിൽ നിന്നുകൊണ്ട് അനു തല അല്പം മുകളിലേക്ക് ഉയർത്തി പതിഞ്ഞ ശബ്ദത്തിൽ എന്തോ ഉച്ചരിക്കുന്നത് എനിക്ക് കാണാമായിരുന്നു. ഞാൻ ഒച്ചയുണ്ടാക്കാതെ വേഗം അവളുടെ അടുത്തേക്ക് ആഞ്ഞു നടന്നു. അനുവിന്റെ തൊട്ടരികിലെത്തിയപ്പോഴാണ് അവൾ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ കേട്ടത്. അവ ഞാൻ ഇന്നേ വരെ കേട്ടിട്ടില്ലാത്ത ഏതോ വിചിത്ര ഭാഷയിലെ മന്ത്രോച്ചാരണങ്ങൾ പോലെ തോന്നിച്ചു. ഞാൻ ഒരു പൂച്ചയെപ്പോലെ പതുങ്ങി മുന്നോട്ട് നടന്നു. മന്ത്രോച്ചാരണങ്ങൾ അവസാനിപ്പിച്ച് അവൾ കുട്ടികളെ താഴേക്ക് തള്ളിയിടാനായി കൈകൾ ഉയർത്തി. അടുത്ത നിമിഷം ഒരു വശത്തു നിന്നും ഞാൻ അനുവിന്റെ ദേഹത്തേക്ക് ചാടി വീണു. എന്നാൽ ഞാൻ പ്രതീക്ഷിച്ചതിൽ നിന്നും വിപരീതമായി അവൾ നിന്നിടത്തു നിന്നും ഒന്നനങ്ങുക പോലും ചെയ്തില്ല. മാത്രമല്ല, ഞാൻ നിലത്ത് വീഴുന്നതിനു മുന്നേ അവൾ എന്നെ 2 കൈകൾ കൊണ്ടും താങ്ങിപ്പിടിക്കുകയും ചെയ്തു. അത് സ്നേഹമോ കരുതലോ ഒന്നുമായിരുന്നില്ല. തക്കം പാർത്തിരുന്ന് ഇരയെ പിടികൂടിയ ഹിംസ്രജന്തുവിന്റെ മുഖഭാവത്തോടെ അനു എന്നെ നോക്കി. വല്ലാത്തൊരു ശക്തിയോടെ അവൾ എന്നെ കൈകൾ കൊണ്ട് ഞെരിച്ചു. ഞാൻ കുതറി മാറാൻ ശ്രമിച്ചു. പക്ഷേ എനിക്കതിന് സാധിച്ചില്ല. ഏതാനും ചുവടുകൾ കൂടി മുന്നോട്ട് വെച്ച് അനു എന്നെ ആ കൊക്കയിലേക്ക് എറിയാനായി കൈകൾ അല്പം മുകളിലേക്ക് ഉയർത്തി. തൊട്ടടുത്ത നിമിഷം അവൾ എന്നെ താഴേക്കിട്ടു. ഭയന്നലറിക്കൊണ്ട് ഞാൻ അനുവിന്റെ മുടിയിൽ പിടിച്ചു വലിച്ചു. അതോടെ അവളുടെ തല മുന്നോട്ട് കുനിഞ്ഞു. അവളും എന്നോടൊപ്പം കൊക്കയിലേക്ക് വീഴുമോ എന്ന് ഞാൻ ഭയന്നെങ്കിലും അതുണ്ടായില്ല. ഉടനെ അവൾ എന്നെ കുടഞ്ഞു താഴെയിടാൻ ശ്രമിച്ചു. ഞാൻ അവളുടെ മുടിയിഴകളിൽ കൈ ചുരുട്ടിപ്പിടിച്ചു. അതോടെ കോപാകുലയായ അവൾ എൻ്റെ കഴുത്തിൽ ബലമായി അമർത്തി. ആ ശക്തിയിൽ എൻ്റെ കൈകളയഞ്ഞു. അവളുടെ മുടിയിഴകളിലെ പിടുത്തം വിട്ടു. അവൾ കൂടുതൽ ശക്തിയായി എൻ്റെ കഴുത്തിൽ അമർത്താൻ തുടങ്ങി. അതോടെ എൻ്റെ കണ്ണുകൾ പുറത്തേക്കുന്തി വന്നു. ശ്വാസമെടുക്കാനാവാതെ ഞാൻ പിടഞ്ഞു. എൻ്റെ ആയുസ് അവസാനിക്കാൻ പോവുകയാണ്. ഒരവസാന ശ്രമമെന്നോണം ഞാൻ കൈകൾ ഉയർത്താൻ ശ്രമിച്ചു. പക്ഷേ അവ തളർവാദം ബാധിച്ചതുപോലെ അനങ്ങാൻ വിസമ്മതിച്ച് താഴേക്ക് തൂങ്ങിക്കിടന്നു. എൻ്റെ കണ്ണുകൾക്കൊപ്പം നാവും പുറത്തേക്കുന്തി വരാൻ തുടങ്ങി. ആ സമയം അനു തൻ്റെ മുഖം എന്നോടടുപ്പിച്ച് എൻ്റെ വേദന ആസ്വദിക്കുകയായിരുന്നു. കണ്ണുകളിൽ ഇരുട്ട് കയറുന്നതിനു മുമ്പ് ഞാൻ അവസാനമായി കണ്ട കാഴ്ച അതായിരുന്നു. എൻ്റെ കണ്ണുകൾ അടഞ്ഞു വന്നു. മരണത്തിൻ്റെ വക്കിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്ന ഞാൻ എങ്ങനെയോ എൻ്റെ ഒരു കൈ ഉയർത്തി. ഞാൻ കൈകൊണ്ട് അനുവിൻ്റെ മുഖത്ത് പരതി. ഏതോ ഒരു ആന്തരിക ചോദനയാൽ ഞാൻ അവളുടെ ഒരു കണ്ണിൽ തള്ളവിരൽ കൊണ്ട് ആഞ്ഞുകുത്തി. അടുത്ത നിമിഷം ഒരലർച്ചയോടെ അവൾ എൻ്റെ കഴുത്തിലെ പിടിവിട്ടു. അർദ്ധബോധാവസ്ഥയിൽ ഞാൻ പാറപ്പുറത്തേക്ക് വീണു. ജീവിതത്തിനും മരണത്തിനുമിടയിലുള്ള പോരാട്ടത്തിൽ വിശ്രമത്തിന് സ്ഥാനമില്ല. ഒരു നിമിഷം പോലും പാഴാക്കാതെ ഞാൻ കണ്ണു തുറന്നുകൊണ്ട് നിലത്തു നിന്നും എഴുന്നേൽക്കാൻ ശ്രമിച്ചു. പക്ഷെ കണ്ണു തുറന്ന ഞാൻ കണ്ടത് എൻ്റെ നാഭി ലക്ഷ്യമാക്കി ചവിട്ടാനായി ഒരു കാലുയർത്തി നിൽക്കുന്ന അനുവിനെയാണ്. അവൾ ആഞ്ഞു ചവിട്ടിയതും ഞാൻ ഒഴിഞ്ഞു മാറിയതും ഒന്നിച്ചായിരുന്നു. ഭാഗ്യം കൊണ്ട് മാത്രം ആ ചവിട്ട് എനിക്കേറ്റില്ല. അതുമാത്രമല്ല, ഒരൽപ്പം കൂടി ഉരുണ്ടുമാറിയിരുന്നെങ്കിൽ ഞാൻ ആ കൊക്കയിൽ ചെന്ന് പതിക്കുമായിരുന്നു. ക്ഷണനേരം കൊണ്ട് ഞാൻ നിലത്തു നിന്നും ചാടി എഴുന്നേറ്റു. ഇനിയെന്ത്? മുന്നിൽ അതിശക്തയായ അനു, തൊട്ടുപുറകിൽ അഗാധഗർത്തം. ഒരിക്കൽ കൂടി അവളുടെ നേരെ എടുത്തു ചാടാൻ ഞാൻ ഭയന്നു. ആ സമയം നിലത്ത് കിടന്നിരുന്ന ഒരു വലിയ പാറക്കല്ല് എൻ്റെ കണ്ണിൽപ്പെട്ടു. ഞാൻ ദ്രുതഗതിയിൽ അത് കുനിഞ്ഞെടുത്ത് അനുവിൻ്റെ മുഖം ലക്ഷ്യമാക്കി എറിഞ്ഞു. അത് കൃത്യമായി നേരത്തെ കല്ലുകൊണ്ട് അടർന്ന ഭാഗത്ത് തന്നെ ചെന്ന് പതിച്ചു. ഏറിൻ്റെ ശക്തി മൂലം അവൾ മുഖമൊരൽപ്പം വെട്ടിച്ചു. ആ തക്കം നോക്കി ഞാൻ നിലത്തു നിന്നും ചാടി അവളുടെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി. പുറകോട്ട് മലച്ച് നിലത്തേക്ക് വീണ അവൾ ഉരുണ്ട് താഴേക്ക് പോയി ഇരുട്ടിൽ അപ്രത്യക്ഷയായി. അവളുടെ പുറകെ പോവാൻ നിൽക്കാതെ ഞാൻ വേഗം ഓടി കുട്ടികളുടെ അടുത്തെത്തി. ഇവിടെ നടന്ന സംഭവങ്ങൾ ഒന്നുമറിയാതെ കണ്ണുകൾ ബന്ധിപ്പിക്കപ്പെട്ട് പരസ്പരം കൈകൾ കോർത്ത് നിൽക്കുകയായിരുന്നു അവർ. ഞാൻ അവരുടെ കണ്ണുകളിലെ കെട്ടഴിച്ചു മാറ്റി. എൻ്റെ പരിഭ്രാന്തി കണ്ട് അവർ ചെറുതായൊന്ന് പേടിച്ചെങ്കിലും ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഞാൻ അവരെ ആശ്വസിപ്പിച്ചു. ഒന്ന് ദീർഘമായി ശ്വാസമെടുത്ത ശേഷം അവർ രണ്ടുപേരെയും തോളിലെടുത്ത് ഞാൻ ഇരുട്ട് വീണ് കിടക്കുന്ന മലഞ്ചെരുവിലൂടെ താഴേക്കിറങ്ങാൻ തുടങ്ങി. ആ സമയം മുഴുവൻ എൻ്റെ മനസ്സ് ജാഗരൂകമായിരുന്നു. ഏത് നിമിഷവും ഒരു പ്രത്യാക്രമണം ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ഇരുട്ടിലൂടെ താഴേക്ക് നടക്കുമ്പോൾ ഓരോ ചെറിയ ചലനവും എന്നെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നു. എങ്കിലും അതെല്ലാം അവഗണിച്ച് ഞാൻ താഴേക്കിറങ്ങി. നടത്തത്തിനിടയിൽ എൻ്റെ കണ്ണുകൾ അനുവിനെ അന്വേഷിച്ച് ചുറ്റിലും പരതുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അവളെ ഒരിടത്തും കാണാൻ കഴിഞ്ഞില്ല. നടന്നു ഞാൻ താഴെ റോഡരികിലെത്തി. അത്രയും ദൂരം നടന്നിട്ടും അനുവിനെ കാണാതെ വന്നതോടെ എൻ്റെ ഭയം വല്ലാതെ വർദ്ധിച്ചു. ഈശ്വര, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ?
പിടയ്ക്കുന്ന ഹൃദയവുമായി ഞാൻ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നു. എങ്ങനെയെങ്കിലും അവളെ കണ്ടെത്തിയേ പറ്റൂ. പക്ഷെ കുട്ടികളെയും കൊണ്ട് അവളെ അന്വേഷിച്ചു പോകുന്നത് കൂടുതൽ അപകടമാണ്. എനിക്കാകെ തലപെരുക്കുന്നത് പോലെ തോന്നി. ഒടുവിൽ കുട്ടികളെ ഒരു മരത്തിന്റെ മറവിൽ നിർത്തിയ ശേഷം അനുവിനെ അന്വേഷിച്ചു പോകാൻ ഞാൻ തീരുമാനിച്ചു. വലിയൊരു മരത്തിന്റെ പൊള്ളയായ ഭാഗത്ത് ഞാൻ കുട്ടികളെ മറ്റാരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത വിധത്തിൽ ഒളിപ്പിച്ചു നിർത്തി. ഇനി ഞാൻ വന്നു വിളിച്ചാലല്ലാതെ അവിടെ നിന്നും എവിടേക്കും പോകരുത് എന്ന് ഒരു താക്കീതുപോലെ പറഞ്ഞേൽപ്പിച്ച ശേഷം ഞാൻ തിരിച്ച് വീണ്ടും കയറ്റം കയറി. കുറെ ദൂരം നടന്നിട്ടും അവൾ എവിടെയാണ് എന്നതിന്റെ ഒരു സൂചന പോലും എനിക്ക് ലഭിച്ചില്ല. ശരീരമാകെ തളരുന്നത് പോലെ തോന്നിയപ്പോൾ ഞാൻ ഒരു നിമിഷം ഒരു മരത്തിൽ ചാരി നിന്നു. ആ സമയം ദൂരെ എവിടെ നിന്നോ വന്യമൃഗങ്ങളുടെ മുരൾച്ച കേൾക്കാൻ തുടങ്ങി. മരത്തിന്റെ മറവിൽ നിന്നുകൊണ്ട് ഞാൻ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി. എന്നാൽ ഇരുട്ട് കാരണം എനിക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല. ഞാൻ ശബ്ദം കേൾക്കുന്ന ഭാഗം ലക്ഷ്യമാക്കി ഒച്ചയുണ്ടാക്കാതെ നടന്നു. കുറെ ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ കുറച്ചു മുന്നിലായി അളിയന്റെ ശരീരം ഏതാനും ചെന്നായികൾ ചേർന്ന് കടിച്ചു തിന്നുന്നത് കണ്ടു. ഭയചകിതനായ ഞാൻ അവയുടെ കണ്ണിൽപ്പെടാതിരിക്കാനായി വേഗം ഒരു മരത്തിന്റെ മറവിൽ ഒളിച്ചു. അപ്പോഴാണ് അവിടെ നിന്നും കുറച്ചു മുന്നിലായി അനു കിടക്കുന്നത് ഞാൻ കണ്ടത്. അവൾ ആയാസപ്പെട്ടുകൊണ്ട് ഞരക്കത്തോടെ നിലത്തു നിന്നും എഴുന്നേൽക്കാൻ ശ്രമിക്കുകയാണ്. എന്തോ ഭാഗ്യത്തിന് ആ വന്യമൃഗങ്ങൾ അവളെ കണ്ടിട്ടില്ല. ഞാൻ വളരെ സൂക്ഷിച്ച് അവളുടെ അടുത്തേക്ക് നടന്നു. ഇനി അവളുടെ ഭാഗത്തു നിന്നും ഒരാക്രമണമുണ്ടായാൽ രക്ഷപ്പെടുക എന്നത് ഏതാണ്ട് അസാധ്യമായിരിക്കും. കാരണം അതുണ്ടായാൽ നേരിടേണ്ടി വരിക ആ വന്യജീവികളെ കൂടിയായിരിക്കും. ഒരു വിധത്തിൽ ആ ജീവികളുടെ ശ്രദ്ധയിൽപ്പെടാതെ ഞാൻ നടന്ന് അനുവിൻ്റെ അടുത്തെത്തി. അവളുടെ മുഖത്തു നിന്നും ചോരയൊലിക്കുന്നുണ്ടായിരുന്നു. ഒരാക്രമണം ഞാൻ പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ല. അവൾ തീർത്തും അവശയായിരുന്നു. വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ അവളെ എഴുന്നേൽപ്പിച്ചിരുത്തി തോളിലെടുത്തു. അതിനുശേഷം ഒന്ന് നിവർന്നു നിന്ന് താഴേക്കിറങ്ങാനായി പുറകോട്ട് തിരിഞ്ഞ് ഞാൻ ഞെട്ടിത്തരിച്ചുപോയി. നേരെ മുന്നിൽ ചുവന്ന കണ്ണുകളുമായി 2 ചെന്നായ്ക്കൾ ഞങ്ങളെ നോക്കി നിൽക്കുന്നു. അവ രണ്ടും ഞങ്ങളുടെ നേരെ മൂക്ക് കൂർപ്പിച്ച് മണം പിടിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരുടെയും ദേഹത്തെ മുറിവുകളിൽ നിന്നും ഒഴുകുന്ന ചോരയുടെ ഗന്ധം അവയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കണം. എൻ്റെ കാലുകൾ ഒന്നിടറി. ഓടി രക്ഷപ്പെടാനുള്ള ശേഷി എനിക്കില്ല. ഏത് നിമിഷവും അവ ഞങ്ങളുടെ നേരെ കുതിച്ചു ചാടും. അതിനു മുമ്പ് എന്തെങ്കിലും ചെയ്തേ മതിയാവൂ. വല്ലാത്തൊരു മുരൾച്ചയോടെ അവയിലൊന്ന് പതിയെ മുന്നോട്ട് ചുവടുവെച്ചു. അതിനനുസരിച്ച് ഞാൻ പുറകോട്ട് നീങ്ങി. 3-4 ചുവടുകൾ ഞാൻ അങ്ങനെ വെച്ച് കാണും. തൊട്ടടുത്ത നിമിഷം ആ ചെന്നായ ഞങ്ങളുടെ നേരെ ചാടി വീണു. അത് കണ്ടതും ഞാൻ വേഗം പുറംതിരിഞ്ഞു. അതിൻ്റെ കൂർത്ത നഖങ്ങൾ എൻ്റെ പുറത്ത് നേരത്തെ ഷവൽ കൊണ്ടുണ്ടായ മുറിവിൽ ആഴ്ന്നിറങ്ങി. വേദനയാൽ ഞാൻ ഉറക്കെ അലറി. അനു എൻ്റെ കയ്യിൽ നിന്നും വഴുതി താഴേക്ക് വീണു. ഒപ്പം മുതുകിൽ ചെന്നായയുടെ ആക്രമണമേറ്റ ഞാനും അവൾക്കരികിലായി നിലത്തേക്ക് മറിഞ്ഞു വീണു. അപ്പോഴാണ് രണ്ടാമത്തെ ചെന്നായ അനുവിൻ്റെ നേരെ പാഞ്ഞെടുക്കുന്നത് ഞാൻ കണ്ടത്. അതിവേഗത്തിൽ പാഞ്ഞു വന്ന ആ ചെന്നായ അവളുടെ മുഖം ലക്ഷ്യമാക്കി ചാടി ഉയർന്നു. ഞാൻ ദ്രുതഗതിയിൽ അനുവിൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ച് എന്നോടടുപ്പിച്ചു. അതോടെ ലക്ഷ്യം തെറ്റിയ ചെന്നായ കരിയിലകളിൽ ചെന്ന് മൂക്കുകുത്തി വീണു. അപ്പോഴും എൻ്റെ പുറകിലിരുന്ന് ആദ്യത്തെ ചെന്നായ എൻ്റെ മാംസത്തിനായി അതിൻ്റെ കൂർത്ത നഖങ്ങൾ കൊണ്ട് എൻ്റെ ദേഹം മാന്തിപ്പൊളിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. വേദന സഹിക്കവയ്യാതെ ഞാൻ നിലത്ത് കിടന്നുരുണ്ടു. എനിക്കെന്ത് സംഭവിച്ചാലും സാരമില്ല, അനുവിനെ രക്ഷിക്കണം. ആ ഒരൊറ്റ ചിന്ത മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും നിലത്ത് മൂക്കുകുത്തി വീണ ചെന്നായ വീണ്ടും എഴുന്നേറ്റ് അനുവിന് നേരെ തിരിഞ്ഞു. അത് ഒരിക്കൽ കൂടി അവളുടെ നേരെ ചാടാൻ ഒരുങ്ങിയതും ഞാൻ നിലത്ത് കൈകൾ കുത്തിച്ചാടി അതിൻ്റെ പുറങ്കാലുകളിൽ പിടുത്തമിട്ടു. അത് എൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ പരാക്രമം കാണിച്ചു. അടുത്ത നിമിഷം ഞാൻ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു മരത്തിലേക്ക് ആ ജന്തുവിനെ വീശിയടിച്ചു. മരത്തിലിടിച്ച് അതിൻ്റെ തലയിൽ നിന്നും രക്തം ചിതറി. നിലത്ത് വീണ് പിടഞ്ഞ ശേഷം അതിൻ്റെ ശരീരം നിശ്ചലമായി. അപ്പോഴേക്കും ആദ്യത്തെ ചെന്നായിയുടെ ആക്രമണം മൂലം എൻ്റെ പുറത്തെ തൊലി അടർന്ന് മാംസം വെളിയിൽ കണ്ടു തുടങ്ങിയിരുന്നു. ചെന്നായ ആ ഭാഗം കടിച്ചു വലിക്കാൻ തുടങ്ങി. ഞാൻ ശക്തിയായി ഒന്ന് ദേഹം കുടഞ്ഞു. അതോടെ അതൊരൽപ്പം ദൂരേക്ക് തെറിച്ചു വീണു. പക്ഷേ രക്തത്തിൻ്റെ ഗന്ധവും മാംസത്തിൻ്റെ രുചിയും അതിനെ കൂടുതൽ ആക്രമണാസക്തനാക്കിയിരുന്നു. അത് മുരണ്ടുകൊണ്ട് വീണ്ടും എൻ്റെ നേരെ ചാടി വീണു. എവിടെ നിന്നോ ആർജിച്ചെടുത്ത ധൈര്യത്തോടെ മുഷ്ടി ചുരുട്ടി ഞാൻ അതിൻ്റെ മുഖത്തേക്ക് ആഞ്ഞിടിച്ചു. അതിൻ്റെ കൂർത്ത പല്ലുകളിൽ ചെന്നിടിച്ച് എൻ്റെ കയ്യിൽ മുറിവുകളുണ്ടായി. എങ്കിലും ആ പ്രഹരം അതിന് നല്ലപോലെ ഏറ്റിട്ടുണ്ട് എന്ന് മറുവശത്തേക്ക് തെറിച്ചു വീണ് തല കുടഞ്ഞെഴുന്നേൽക്കുന്ന ആ ജന്തുവിനെ കണ്ടപ്പോൾ എനിക്ക് തോന്നി. ഇത്തവണ അതിനെന്നെ ആക്രമിക്കാൻ ചെറിയ ഭയമുള്ളതുപോലെ അതിൻ്റെ കണ്ണുകളിൽ നിന്നും ഞാൻ തിരിച്ചറിഞ്ഞു. അല്പം മുന്നിൽ നിന്നുകൊണ്ട് എന്നെ ഒന്ന് നോക്കിയ ശേഷം ആ ചെന്നായ നിലത്ത് കിടക്കുന്ന അനുവിൻ്റെ നേരെ ചാടി വീണു. അതിൻ്റെ പല്ലുകൾ അവളുടെ മുഖത്തെ സ്പർശിക്കുന്നതിന് മുന്നേ ഞാൻ ആ ജന്തുവിൻ്റെ മുകളിലേക്ക് ചാടി വീണ് അതിൻ്റെ കഴുത്തിൽ ശക്തിയായി പിടുത്തമിട്ടു. എൻ്റെ ഇടതു കൈമുട്ടിനിടയിൽ വെച്ച് ഞാൻ ആ ചെന്നായിയുടെ കഴുത്ത് ഞെരിച്ചു.
ഒന്നുകൂടി ബലം പ്രയോഗിക്കുവാനായി ഞാൻ വലതു കൈകൊണ്ട് എൻ്റെ ഇടത്തെ കൈയുടെ മണിബന്ധത്തിൽ പിടിച്ചു വലിച്ചു. അതോടെ പതിയെ ആ ജന്തുവിൻ്റെ പ്രതിരോധം കുറഞ്ഞു വന്നു. ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം ആ ജീവിയും മരണത്തിന് കീഴടങ്ങി. അതിനെ ഒരു വശത്തേക്ക് തള്ളി മാറ്റിയ ശേഷം ഞാൻ എഴുന്നേറ്റ് കണ്ണുകൾ പാതി തുറന്നു കിടക്കുന്ന അനുവിനെ വീണ്ടും തോളിലെടുത്തു. അതിനിടയിൽ അവൾ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവൾ തീർത്തും അവശയായിരുന്നതുകൊണ്ട് ഒന്നും തീരെ വ്യക്തമായിരുന്നില്ല. എങ്ങനെയോ കഷ്ടപ്പെട്ട് ഞാൻ താഴേക്കിറങ്ങി കുട്ടികളെ നിർത്തിയിരുന്ന മരത്തിൻ്റെ അരികിലെത്തി. എന്നെ കണ്ടതും അവർ രണ്ടുപേരും അടുത്തേക്ക് ഓടി വന്നു. ഇരുട്ട് കാരണം ദേഹത്തെ രക്തം അവർക്ക് വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല. എങ്കിലും അനു തോളിൽ നിശ്ചലയായി കിടക്കുന്നത് കണ്ട് അവർ വല്ലാതെ പരിഭ്രമിച്ചു. ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഞാൻ അവരെ ആശ്വസിപ്പിച്ച് മുന്നോട്ട് നടന്നു. കുറച്ചു ദൂരം പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ റോഡിലെത്തി. ഇനിയും എത്ര ദൂരം അനുവിനെയും തോളിൽ ചുമന്ന് നടക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. എൻ്റെ ശരീരത്തിൽ നിന്നും രക്തം വാർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കാഴ്ച മങ്ങി വരുന്നു. ചുവടുകൾ ഇടറുന്നു. ആ സമയം ദൂരെ നിന്നും ഒരു വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചം എൻ്റെ കണ്ണുകളിൽ പതിച്ചു. ഞാൻ കൈ ഉയർത്തി ആ വാഹനത്തിന് നേരെ വീശി. അത് ഞങ്ങൾക്ക് നേരെ വന്ന് തൊട്ടടുത്തായി നിർത്തി. വാഹനത്തിൽ നിന്നും കാക്കി വസ്ത്രധാരികളായ ഏതാനും പേർ പുറത്തേക്കിറങ്ങി. നൈറ്റ് പെട്രോളിങ്ങിനിറങ്ങിയ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരായിരുന്നു അത്. ഞങ്ങളുടെ അവസ്ഥ കണ്ടയുടനെ അവർ എൻ്റെ തോളിൽ നിന്നും അനുവിനെ താങ്ങിയെടുത്ത് വാഹനത്തിനകത്തേക്ക് കയറ്റി ഒരു സീറ്റിൽ കിടത്തി. അവൾക്കരികിലായി കുട്ടികളെയും ഇരുത്തി. അടുത്ത നിമിഷം ഞാൻ ബോധരഹിതനായി റോഡിലേക്ക് മറിഞ്ഞു വീണു. പിന്നെ കണ്ണു തുറക്കുമ്പോൾ ഞാൻ ഒരാശുപത്രി കിടക്കയിലായിരുന്നു. എൻ്റെ തൊട്ടടുത്തുള്ള മറ്റൊരു കിടക്കയിൽ തന്നെ അനുവും ഉണ്ടായിരുന്നു. ഞാൻ കണ്ണു തുറന്നത് കണ്ട് കുറച്ച് പോലീസുകാർ മൊഴിയെടുക്കാനായി അകത്തേക്ക് വന്നു. നിങ്ങൾക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? SI എന്നോട് ചോദിച്ചു. ഞാൻ ഇല്ല എന്ന അർത്ഥത്തിൽ തലയാട്ടി. അവരുടെ ശബ്ദം കേട്ട് അനു തൻ്റെ കിടക്കയിൽ എഴുന്നേറ്റിരുന്നു. അവളുടെ മുഖത്ത് നീളത്തിൽ തുന്നലുകൾ ഇട്ടിരിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ അവൾക്കരികിലായി നിന്നിരുന്ന കുട്ടികളെ നോക്കി. അതിൻ്റെ അർത്ഥം മനസ്സിലായ ഞങ്ങളുടെ ഒരു ബന്ധു കുട്ടികളെ മുറിക്ക് വെളിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഞാൻ കുറച്ച് ബുദ്ധിമുട്ടി എഴുന്നേറ്റ് കട്ടിലിൽ ചാരിയിരുന്നു. എന്താണ് സംഭവിച്ചത് എന്ന് വിശദമായി പറയാൻ SI എന്നോട് ആവശ്യപ്പെട്ടു. തലേന്ന് വൈകുന്നേരം ആ പുൽമേട്ടിൽ ഞാൻ തലചായ്ച്ച് കിടക്കുന്നതും അനു തടാകക്കരയിൽ മുഖം കഴുകാൻ പോയതും വരെയുള്ള സംഭവങ്ങൾ ഞാൻ അവരോട് വിവരിച്ചു. അതിനുശേഷം ഞാനൊന്ന് നിർത്തി. അനു ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേട്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് എന്ത് സംഭവിച്ചു? മറ്റൊരു പോലീസുകാരൻ ചോദിച്ചു. അതിനുശേഷം അനു തിരികെ വന്ന് വണ്ടിയിൽ കയറിയിരുന്നെന്നും കുറച്ചു കഴിഞ്ഞ് ഞാൻ കുട്ടികളെ എടുത്ത് അളിയനെയും വിളിച്ച് തിരികെ പോകാൻ വണ്ടിയിൽ കയറിയെന്നും പറഞ്ഞു. അത് കേട്ട് അനു ഒന്നും ഓർമ്മയില്ലാത്തതുപോലെ മിഴിച്ചിരുന്നു. എല്ലാവരും വണ്ടിയിൽ കയറി കഴിഞ്ഞ് ഞാൻ വണ്ടി തിരിച്ച് റോഡിലേക്ക് കയറ്റി. കുറച്ചു ദൂരം പോയി കഴിഞ്ഞപ്പോൾ വണ്ടിക്ക് മുന്നിലൂടെ നിഴൽ പോലെ എന്തോ ഒന്ന് വട്ടം ചാടിയെന്നും അതോടെ വണ്ടിയുടെ നിയന്ത്രണം തെറ്റി മരത്തിലിടിച്ചു നിന്നെന്നും ഞാൻ പറഞ്ഞു. എന്നിട്ട്? അതെല്ലാം പകർത്തി എഴുതിക്കൊണ്ടിരുന്ന പോലീസുകാരൻ അക്ഷമയോടെ ചോദിച്ചു. വണ്ടി ഇടിച്ച ഉടനെ അനുവിൻ്റെ ബോധം മറഞ്ഞു. എനിക്കും അളിയനും ചെറിയ പരിക്കുകൾ പറ്റി. വണ്ടിയാണെങ്കിൽ ഏതാണ്ട് മുഴുവനായും തകർന്നിരുന്നു. അതോടെ ഞങ്ങളെല്ലാവരും വണ്ടിയിൽ നിന്നും ഇറങ്ങി നടക്കാൻ തീരുമാനിച്ചു. ഞാൻ അനുവിനെ തോളിലെടുത്ത് ഇറങ്ങി നടക്കുന്നതിനിടയിൽ പുറകിൽ നിന്നും ഒരു ചെന്നായ അളിയൻ്റെ ദേഹത്തേക്ക് ചാടി വീണു. എനിക്കെന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിനു മുന്നേ വേറെയും കുറച്ച് ചെന്നായികൾ ഓടി വന്ന് അളിയനെ കടിച്ചു വലിച്ച് കാടിനുള്ളിലേക്ക് കൊണ്ടുപോയി. ഉടനെ ഞാൻ അനുവിനെ ഒരു മരത്തിൽ ചാരിയിരുത്തിയ ശേഷം അളിയനെ അന്വേഷിച്ച് കാട്ടിലേക്ക് കയറി. കുറച്ചു നേരം തിരഞ്ഞിട്ടും അളിയനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതോടെ ഞാൻ നിരാശനായി തിരികെ വന്നു. അപ്പോഴേക്കും അനു എവിടേക്കോ പോയിട്ടുണ്ടായിരുന്നു. കുട്ടികളോട് ചോദിച്ചപ്പോൾ അനു കണ്ണു തുറന്ന ഉടനെ എന്നെയും അളിയനെയും അന്വേഷിച്ചെന്നും കുറച്ചു നേരം കാത്തിട്ടും കാണാതെ വന്നതോടെ അവരെ ഒരു മരത്തിന്റെ മറവിൽ നിർത്തിയ ശേഷം ഞങ്ങളെ തെരഞ്ഞ് മരക്കൂട്ടങ്ങൾക്കിടയിലേക്ക് പോയെന്നും കുട്ടികൾ പറഞ്ഞു. ഞാൻ പറഞ്ഞത് കേട്ട് അനു അല്പം തുറന്നിരുന്നു പോയി. അതോടെ ഞാൻ അനുവിനെ അന്വേഷിച്ച് വീണ്ടും മരക്കൂട്ടങ്ങൾക്കിടയിലേക്ക് പോയി. ഞാൻ പറഞ്ഞു. കുറച്ചു ദൂരം ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ 2 ചെന്നായ്ക്കൾ അവളെ ഓടിച്ചിടുന്നതാണ് ഞാൻ കണ്ടത്. ഓട്ടത്തിനിടയിൽ ഏതോ ഒരു മരത്തിന്റെ വേരിൽ കാല് തട്ടി അവൾ ഒരു കൂർത്ത കല്ലിലേക്ക് മുഖമടിച്ചു വീണു. അത്രയും പറഞ്ഞ് ഞാൻ അനുവിന്റെ മുഖത്തേക്ക് ഒന്ന് പാളി നോക്കി. അവൾ തന്റെ മുഖത്തെ തുന്നലുകളിൽ വിരൽ കൊണ്ട് തൊട്ടു നോക്കുന്നുണ്ടായിരുന്നു. അവിടുന്ന് അങ്ങോട്ട് പിന്നീട് എന്താണോ യഥാർത്ഥത്തിൽ സംഭവിച്ചത് അതുതന്നെ ഞാൻ പോലീസുകാരോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിർത്തിയപ്പോൾ അനുവിന്റെ കണ്ണുകൾ നിറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു. എന്നാൽ അപ്പോഴും ഒരു ഭയം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പോലീസുകാർ കുട്ടികളോടെന്തെങ്കിലും ചോദിക്കുകയോ മറ്റോ ചെയ്താൽ ആകെ കുഴപ്പമാവും. പക്ഷെ അതുണ്ടായില്ല. എൻ്റെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം അവർ അനുവിൻ്റെ നേരെ തിരിഞ്ഞു. അവൾക്ക് ആകെ ഓർമ്മയുണ്ടായിരുന്നത് ഞാൻ ചെന്നായ്ക്കളുമായി മൽപ്പിടുത്തം നടത്തുന്നത് മാത്രമായിരുന്നു. കൂടുതലൊന്നും അവളിൽ നിന്നും അവർക്ക് അറിയാൻ കഴിഞ്ഞില്ല. തിരികെ പോകാൻ നേരം അളിയന്റെ ശരീരം വന്യമൃഗങ്ങൾ കടിച്ചു കീറിയ നിലയിൽ കാട്ടിൽ നിന്നും കിട്ടിയെന്ന് പോലീസുകാരിൽ ഒരാൾ ഞങ്ങളോട് പറഞ്ഞു.
മൃതദേഹത്തിൽ തലയുണ്ടായിരുന്നില്ലെന്നും അതൊരു പക്ഷേ കഴുത്തിലേറ്റ മുറിവുകൾ കാരണം ശരീരത്തിൽ നിന്നും വേർപെട്ട് ഉരുണ്ട് താഴെ എവിടേക്കെങ്കിലും വീണിരിക്കാൻ സാധ്യതയുണ്ട് എന്നും രാത്രി നല്ല മഴ ഉണ്ടായിരുന്നതുകൊണ്ട് തെരച്ചിൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എന്നും അയാൾ കൂട്ടിച്ചേർത്തു. അത് കേട്ടതോടെ അനു പൊട്ടിക്കരയാൻ തുടങ്ങി. ഞാൻ ഒന്നും മിണ്ടാതെ തലകുമ്പിട്ടിരുന്നു. ആ ദിവസം പോലീസ് അന്വേഷണവും ആശുപത്രി നടപടിക്രമങ്ങളുമായി അങ്ങനെ കടന്നുപോയി. ഒരാഴ്ചയ്ക്ക് ശേഷം ഞാൻ ഡിസ്ചാർജായി ആശുപത്രി വിട്ടു. ഇൻഷുറൻസ് ഉണ്ടായിരുന്നതുകൊണ്ട് ആ ചെലവുകളെല്ലാം അതുകൊണ്ട് കഴിഞ്ഞുപോയി. അതിനിടയിൽ ഞാൻ അനു അടുത്തില്ലാത്ത സമയം നോക്കി കുട്ടികളെ വിളിച്ച് കുറേ ഉപദേശങ്ങൾ കൊടുത്തു. ഇടയ്ക്ക് വെച്ച് എന്തിനാണ് വണ്ടിയിൽ നിന്നും ഇറങ്ങിപ്പോയത് എന്ന് ഞാൻ അവരോട് ചോദിച്ചു. വണ്ടിയിലിരിക്കുമ്പോൾ താഴെ തടാകത്തിൽ നിന്നും എന്തോ പൊങ്ങി വരുന്നത് കണ്ട് പേടിച്ച് ഇറങ്ങിയോടിയതാണെന്ന് അവർ പറഞ്ഞു. അവർ എന്താണ് കണ്ടത് എന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ അതൊരു കണക്കിന് നന്നായി. അല്ലായിരുന്നെങ്കിൽ ഞാൻ എത്തുന്നതിനു മുന്നേ അവർ അനുവിൻ്റെ കയ്യിലകപ്പെടുമായിരുന്നു. അതൊക്കെ വെറുതെ തോന്നിയതാണെന്നും ഇനി അമ്മ ഉൾപ്പെടെ ആര് ചോദിച്ചാലും ഇങ്ങനെയൊക്കെയേ പറയാവൂ എന്നും പറഞ്ഞ് ഞാൻ പോലീസിനോട് പറഞ്ഞ കാര്യങ്ങൾ അതേപടി അവരെ പറഞ്ഞു പഠിപ്പിച്ചു. പക്ഷെ വണ്ടിയൊടിച്ച ഉടനെ അമ്മ ഞങ്ങളെ തോളിലെടുത്ത് ഒരു മലമുകളിലേക്ക് കൊണ്ടുപോയി എന്നും അവിടെ വെച്ച് ഒരു തുണി കൊണ്ട് കണ്ണുകെട്ടി നിർത്തിയെന്നും അപ്പു പറഞ്ഞു. അതിന് എന്ത് മറുപടി പറയണമെന്ന് ഒരു നിമിഷം ഞാൻ ആലോചിച്ചു. അത് അമ്മ നിങ്ങളെ കളിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അമ്മയ്ക്കിപ്പോൾ അതൊന്നും ഓർമ്മയില്ലെന്നും ഓർമ്മിപ്പിക്കാൻ ശ്രമിച്ചാൽ അമ്മയെ വീണ്ടും ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ടി വരുമെന്നുമൊക്കെ ഞാൻ പറഞ്ഞൊപ്പിച്ചു. കുട്ടികളായിരുന്നതുകൊണ്ട് അവർ അത് വിശ്വസിച്ചു. പിന്നീട് സമയം കിട്ടുമ്പോഴെല്ലാം ഞാൻ ആ കാര്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. അത് പതിയെ അവരുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. പതിയെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ് എന്ന് അവർ മറക്കുമെന്നും ഞാൻ പറഞ്ഞ കഥ സത്യമാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു. അല്ലാത്ത പക്ഷം സ്വന്തം സഹോദരന്റെ മരണം തൻ്റെ കൈകൾ കൊണ്ടായിരുന്നു എന്ന് അനു ഏതെങ്കിലും കാലത്ത് അറിയാനിടവന്നാൽ അത് മതി അവളെ തകർക്കാൻ. എന്തായാലും അക്കാര്യം ഞാനല്ലാതെ മറ്റാരും കണ്ടിട്ടില്ല എന്നത് ആശ്വാസകരമാണ്. പക്ഷെ അതിനുശേഷമുള്ള കാര്യങ്ങൾക്ക് കുട്ടികളും സാക്ഷികളാണ്. എത്രയൊക്കെ പറഞ്ഞു പഠിപ്പിച്ചാലും എന്നെങ്കിലും ഒരിക്കൽ അവരത് പറയാനിടവരുമോ എന്ന ഭയം ജീവിതകാലം മുഴുവൻ എന്നെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും.